ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ രണ്ട് തലങ്ങളിലുണ്ട്. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് അതാണ്. അപ്പോൾ എത്ര ആഴത്തിൽ നിന്നാണ് അത് വരുന്നത്. കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, രണ്ട് പേരുടെ കാര്യം പറയുന്നുണ്ട്, രണ്ട് പേരുടെ പ്രാർത്ഥന പറയുന്നുണ്ട്. ഒന്നൊരു പരീശൻ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. പരീശൻ വന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പരീശൻ്റെ പ്രാർത്ഥന എങ്ങനത്തെ പ്രാർത്ഥനയാണ്? പരീശൻ പറയുന്നു, ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഉപവസിക്കുന്ന ആളാണ്, എല്ലാത്തിനും പസാരം കൊടുക്കുന്ന. എന്നിട്ട് പുറകോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലാകിയാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. അപ്പോൾ അതൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ നോട്ടത്തിൽ അതൊരു വിശ്വാസിയല്ലേ? അതെ, രക്ഷിക്കപ്പെട്ടവനാകാം, എന്തുമായിക്കോട്ടെ. പക്ഷേ അവൻ്റെ അകത്ത് എന്തില്ല? ഒരു മാനസാന്തര പ്രാർത്ഥനയില്ല, അകത്തൊരു കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയില്ല, അകത്തൊരു വിലാപമില്ല. എന്നാൽ ചുങ്കക്കാരൻ യേശുവിന് അരികിലേക്ക് വന്ന ആ പ്രാർത്ഥനാ സ്ഥലത്ത് വന്നിട്ട് അവൻ്റെ ഹൃദയം തകർന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പാ, അങ്ങോട്ടൊന്ന് നോക്കാൻ പോലും. കണ്ടോ, 2 പ്രാർത്ഥന. ഇവിടെയാണ് ഹൃദയത്തിൻ്റെ ഞുറുക്ക പറയുന്നത്, ഇവിടാണ് കണ്ണുനീര് വീഴുന്നത്, ഇവിടെയാണ് സ്തോത്രം ഉയരേണ്ടത്. ഹല്ലേലൂയ. ആമേ. എത്ര വലിയ ഗ്രാഫ് താഴേക്ക് പോയാലും അകത്ത് നിലവിളിയോടെ ഒരാൾ നിൽപ്പുണ്ടെങ്കിൽ അവൻ്റെ ഗ്രാഫിനെ തമ്പുരാൻ ഇങ്ങനെ കൊണ്ടുവരും. എത്ര പേര് ആമേൻ പറയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരാൾ താഴ്മയോടെ ദൈവസന്നിധിയിലിരിക്കാൻ ഇന്ന് പകൽ പറയുക, അനേകർ ആമേൻ, അനേകരാരും അറിയാതെ നിലവിളിക്കുന്നുണ്ട്, അനേകരാരും അറിയാതെ കണ്ണുനീരൊഴുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ കണ്ണുനീരൊഴുക്കുന്നവർക്ക് വേണ്ടി അദർശനായ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. അപ്പം ഈ 2 മണ്ഡലങ്ങളിൽ പ്രാർത്ഥനയുണ്ടാകും. 2 മണ്ഡലങ്ങളിൽ. ഒന്ന് പക്വതയാർന്ന പ്രാർത്ഥന, പക്വതയാർന്നൊരു പ്രാർത്ഥന. ഒന്ന് മോടിയായൊരു പ്രാർത്ഥന. ഒരിക്കലൊരു മനുഷ്യൻ, ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. ഈ പുള്ളി പ്രാർത്ഥിക്കുന്ന കേട്ടെ നമുക്കൊരു ഇമ്പം തോന്നത്തില്ല. പ്രാർത്ഥനയ്ക്ക് നമുക്ക് എന്ത് തോന്നണം? പൊതുവെ വിശ്വാസത്തിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരു ഇമ്പം തോന്നണം, ഒരു രസം തോന്നണം. അപ്പോൾ ഈ പുള്ളി വലിച്ചു പറിച്ച് പ്രാർത്ഥിക്കുന്ന, യേശു അപ്പ എന്ന് വിളിക്കും, കർത്താവ് എന്ന് വിളിക്കും, ഒത്തിരി ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥനക്കാരൻ. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഈ പ്രാർത്ഥന, ഞങ്ങൾ പലയിടത്തും പോകുമ്പോൾ ഈ പ്രാർത്ഥന പുള്ളിയെ ഒന്ന് ഏൽപ്പിക്കാൻ മടിയാണ്. പ്രാർത്ഥിച്ചാൽ പുള്ളി ഇങ്ങനെയൊക്കെ അങ്ങ് പ്രാർത്ഥിക്കും. എന്നിട്ട് പുള്ളി ചാടി മറിഞ്ഞ് അവിടെയുള്ള ആരുടെയിലൊക്കെ തലയിലൊക്കെ പുള്ളിയും കൈയൊക്കെ വെക്കും. പക്ഷേ ഇതൊന്ന് സീനിയറായി നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പക്ഷെ അതിനെല്ലാം പുള്ളി പറഞ്ഞു, എന്നുവെച്ചാൽ അവനെ വിളിച്ചിട്ട് പറയും, ഇങ്ങനൊന്നും ചെയ്യല്ലേ, മറ്റുള്ളവർക്കൂടൊക്കെ പ്രാർത്ഥിക്കണം, ഇങ്ങനൊന്നും അല്ല പ്രാർത്ഥന എന്ന് പറയും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, മോഡിയോടുള്ള പ്രാർത്ഥന അവിടെ ഫലിച്ചില്ലേലും ഈ സാധാരണക്കാരൻ്റെ പ്രാർത്ഥന അവിടെ അത്ഭുതങ്ങൾ നടക്കും. കാരണം ഈ മനുഷ്യനിങ്ങനെ ചാടി മറിഞ്ഞൊക്കെ നടന്ന് ചാരുടെയിലൊക്കെ തലയിലൊക്കെ ഒന്ന് കൈവച്ചായിരിക്കും പ്രാർത്ഥന നിർത്തുന്നത്. പക്ഷെ ആത്മാവ് പറഞ്ഞാന്നൊന്നും പുള്ളി പറയുന്നില്ല. പുള്ളി പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം സാക്ഷ്യം വരുമ്പോണ്ടല്ലോ ഈ മനുഷ്യൻ ഓടിച്ചെന്ന് കൈവച്ചവൻ സൗഖ്യമായി കഴിഞ്ഞു. ഈ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. ഇന്ന് പകലറിയണം, അകത്തുനിന്നൊരു നിലവിളി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് തലമുറയ്ക്കകത്തേക്ക് ഇറങ്ങി വരും. ഒരു പ്രാർത്ഥന അകത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, എത്ര വലുതാന്ന് പറഞ്ഞാൽ തലമുറയ്ക്കകത്തേക്ക് ഇറങ്ങി വരുന്നൊരു പ്രാർത്ഥനയുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം. അകത്തുനിന്നൊരു നിലവിളി എന്നുണ്ടാകണം. 2026 അകത്തുനിന്നൊരു പ്രാർത്ഥന ഉണ്ടാകണം. അവസ്ഥകൾ മാറണമെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? അവസ്ഥകളെ ദൈവം തമ്പുരാൻ മാറ്റുന്നത് അകത്തുനിന്നുള്ള നിലവിളി അകത്ത്. അത് ഞാനത് നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, ഒരു ഉടമ്പടി ദൈവസന്നിധിയിൽ വെക്കണം. ദൈവസന്നിധിയിൽ ഉടമ്പടി വെക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ 10,000 കിട്ടുമ്പോൾ ഞാൻ 5,000 കൊടുക്കുക. ഇതൊന്നുമല്ല ഉടമ്പടി എന്ന് പറഞ്ഞേ. കഴിഞ്ഞതിനേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ കാണും. ആമീൻ. രാത്രിയും പകലും ഏത് സമയം എൻ്റെ കർത്താവ് ഞാൻ നിൻ്റെ കൂട്ടത്തിൽ കാണും. ഇതൊരു ഉടമ്പടിയിലേക്ക് ദൈവസന്നിധി കയറുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ വരുവാൻ തുടങ്ങും.
എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഒക്കെ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. മേശയിൽ ഒരുമിച്ച് പങ്കാളിയാകുവാനും 2026 ഒന്നാമത്തെ ഞായറാഴ്ച ദിവസം ദൈവസന്നിധി നമുക്ക് ആയിത്തീരുവാൻ സ്വർഗം കൃപ ചെയ്തു. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പലർക്കും വരുവാൻ പറ്റിയിട്ടില്ല, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് വന്ദനം പറയുക. ഇന്നായിരിക്കുന്ന ദൈവസഭയിലിരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലേക്ക് ദൈവസന്നിധി വേഗത്തിൽ നമ്മൾ ദൈവവചനത്തിലേക്ക് കടന്നു പോകും. കർത്താവിൻ്റെ സന്നിധി നമ്മൾ അറിയണം. നമ്മളെപ്പോഴും എന്നായിരിക്കണം? ഒരുക്കമുള്ളവരായിരിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന പോലെ ആയിരിക്കണം നമ്മുടെ ഒരു പ്രാർത്ഥനാ ജീവിതം. ഏതു സമയവും ട്രെയിൻ വരും, ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റെഡിയായി നിൽക്കുക. പക്ഷെ നമ്മുടെ മൈൻഡെല്ലാം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ മാറി. കണ്ടോ, നമ്മുടെ ചിന്ത എന്നടുത്തു. നമ്മളതിനെ വീട്ടിലെ എന്തെങ്കിലും കാര്യം ഓർക്കാറുണ്ടോ? ഇല്ല. നമ്മളൊറ്റ ചിന്തയാണ്, ട്രെയിൻ ഇപ്പം വരും. ഈ കൺസെപ്റ്റ് അകത്ത് വന്നാൽ മതി. ഇപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും എന്നകത്തുനിന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഊടവൽ ഖനാദര വൈഡവല വർഷദർ എന്ന ആ അത്ഭുതത്തിലേക്ക് ഇന്ന് ഇത്ര പേര് വിശ്വാസത്തോടെ അങ്ങനെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നമ്മൾ ഇന്നൊരു ഷോർട്ട് മെസ്സേജ് പോലെ പോകത്തുള്ളൂ, കാരണം സമയത്ത് കുറച്ച് കടന്നത് പോയുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ കടക്കും. ഇന്ന് ആത്മാവിൽ നിറവിൻ്റെ ആയി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾ അകത്തേക്ക് കടക്കപ്പെടുമ്പോൾ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഇന്ന് പകൽ എത്ര പേരെ ഒരുക്കത്തോടെ ആയിരിക്കുന്നു? ഒരുക്കമുള്ളവരായി മാറണം. അകത്ത് പ്രാർത്ഥന ഉണ്ടാകണം. ചില സാഹചര്യങ്ങൾ, ചില ഭവനങ്ങളിൽ വരുമ്പോൾ, ചില സാഹചര്യങ്ങളിൽ ചില മരണത്തിൻ്റെ പാർശ്വങ്ങൾ, ചില ഇരുട്ടിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ തന്നെ തുറന്നു വരുന്നത് ചില മരണദൂതന്മാർ ചില ഭവനങ്ങളുടെ മേൽ വരും. ഈ ദൂതന്മാർ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, അത് അടുത്തതിലേക്ക് പാസ് ചെയ്യുന്ന കാണാം. ചില ഭവനത്തിനാദ്യം പറയും ക്യാൻസർ പോലെ മാരക രോഗം വന്നു, അത് ഒന്നാം തലമുറ അടുത്ത തലമുറ അതിലേക്ക് പാസ് ചെയ്തു പോകുന്ന കാണാൻ പറ്റും. ഇങ്ങനെ ചില ശാപങ്ങൾ ചില ഭവനങ്ങളിൽ വന്നു കൂടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മേൽ ദൈവം 2026 ആദ്യത്തെ ദിവസം തന്നെ അതിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കപ്പെടാൻ പോവുക. ദൈവത്തിൻ്റെ ഒരു കരം അതിന്മേൽ ചലിക്കപ്പെടുമെന്ന് ആത്മാവ് ഇങ്ങനെ പറയുക. ചില ദൈവിക ശക്തികൾ തലമുറകൾക്കകത്തേക്ക് വ്യാപരിക്കാൻ ധരിക്കുന്ന, തലമുറകളിലേക്ക് വ്യാപരിക്കാൻ ധരിക്കുന്ന ചില ശക്തികളുടെ മേൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഒരു ജയമെടുക്കാൻ പോയ ദൈവത്തിൻ്റെ ആത്മാവിനകത്ത് നല്ലവണ്ണം തിരിച്ചറിയണം. നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഇതിനകത്ത് രോഗത്തിൻ്റെ ഭാഗത്തു നിന്ന് അടുത്ത് പറയാം. നല്ല വിദ്യാഭ്യാസമുള്ള ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ കർത്താവ് പറഞ്ഞേ നല്ല വിദ്യാഭ്യാസമുള്ള ചില പിതാക്കന്മാർ. ഞാൻ ചില ഭവനത്തിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം കേട്ടും നമ്മൾ ഞെട്ടിപ്പോവും. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തലമുറയുടെ വിദ്യാഭ്യാസങ്ങൾ എല്ലാം കേട്ട്. പക്ഷേ ഇവർക്ക് ആർക്കും ഒരു നന്മയിൽ ഇന്ന് വരെ പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. അവർ അപ്പച്ചൻ്റെ കാര്യം ചോദിച്ചാൽ അപ്പച്ചനും പറയും പഴയ BA കാരനായിരുന്നു. അപ്പോൾ അപ്പച്ചനെ ഓർത്ത് ഏകദേശം BA കാരനൊക്കെ പറയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അവരുടെ അപ്പൻ്റെ ചോദിക്കുമ്പോൾ അപ്പനും ഇത് തന്നെ വിദ്യാഭ്യാസം. അച്ഛാ എന്നാ എവിടെ ജോലി ചെയ്ത്? അടുത്ത തലമുറ വന്നപ്പോഴോ അതിനേക്കാൾ മിടുക്കന്മാർ പിള്ളേർ എവിടെയോ തടസ്സപ്പെടുന്നുണ്ട്. ഭാവിയെ തടയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കപ്പെടണം. ബന്ധിക്കപ്പെട്ടു എന്നല്ല, ബന്ധനം അഴിഞ്ഞെന്ന കർത്താവ് പറഞ്ഞ്. ഹല്ലേലൂയ. നിന്റെ കെട്ടുകൾ അഴിഞ്ഞെന്നാ പറഞ്ഞ. ലാസറിനെ കെട്ടിവെച്ചിരുന്നെങ്കിൽ ആ കെട്ടുകൾ അഴിപ്പാൻ കർത്താവ് പറഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിനകത്തെറിഞ്ഞു ചില ബന്ധനങ്ങൾ, ചില ഭവനത്തിനകത്ത് നിൽക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥകൾ, ചില തലമുറയ്ക്കകത്ത് നിൽക്കുന്ന ചില ബന്ധനങ്ങൾ, ചില തലമുറകളുടെ നന്മ വ്യാപരിക്കാതിരിക്കുന്ന ചില ശക്തികളുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിന്മേൽ ദൈവികമായ ഒരു ജയമെടുക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ ആത്മാവിനകത്തറിയ ചില മണ്ഡലങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ചില മണ്ഡലങ്ങൾക്കകത്ത്, ചില തലമുറകൾക്കകത്ത്, ചില ഭവനങ്ങൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കുമെന്ന് ആത്മാവിനകത്തൊരു പ്രവചന ശബ്ദം വെളിപ്പെട്ട് പറയുക. ചില രോഗത്തിന്റെ അവസ്ഥകളിൽ നിന്ന് ദൈവം അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നൊരു പകലായി ഇന്നൊരു അഭിഷേകത്തിന്റെ ശക്തി ദൈവസഭയ്ക്കകത്ത് അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന, പാരമ്പര്യപരമായി നിന്നുകൊണ്ടിരുന്ന ചില രോഗബന്ധനങ്ങളെ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിയപ്പെടുമ്പോൾ അവന്റെ സാന്നിധ്യം ചില ഭവനങ്ങളിൽ വെളിപ്പെടാൻ പോവുക. Power the Holy Spirit of the God. Hallelujah. Rasatal. Hallelujah. Rabasi andal. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം.
ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ യേശുവിന്റെ കൂടെ. യേശു എങ്ങോട്ട് പോവാന്ന് പറഞ്ഞേ? നയീൻ എന്ന പട്ടണത്തിലേക്ക് പോവാ. ഇവിടെയെല്ലാം നിങ്ങളുടെ അകത്തൊന്ന് കോറി വെച്ചോണം, അകത്തൊന്ന് എഴുതി വെച്ചോണം. വരുന്ന ആളുകൾ എന്നെ കുറച്ചുകൂടെ കുറഞ്ഞു വരും. യേശു ക്രിസ്തു സ്നാനപ്പെട്ടതിന് ശേഷം യോസെഫിൻ്റെയും മറിയയുടെ ഭവനത്തിലേക്ക് പോകുമായിരുന്നോ? ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുമായിരുന്നു? എൻ്റെ കൂടെ ഇല്ല. യേശു കർത്താവ് സ്നാനപ്പെട്ടതിന്, യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടതിന് ശേഷം തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് നീങ്ങുമായിരുന്നോ? മരുഭൂമിയിലേക്ക് പോകുമായിരുന്നോ? ആഗ്രഹിച്ചിരിക്കുന്ന എങ്ങോട്ട് പോകാനായിരിക്കാം? സ്വന്തം ഭവനത്തിൽ അല്ലേ? പക്ഷേ അവിടെ ഒരു വാക്കാണ്, ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. യേശുവിനെ എങ്ങോട്ട് കൊണ്ടുപോയി? മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഈ വാക്ക് തുടങ്ങുമ്പോഴോ 11-ാമത്തെ വാക്യം, പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവനെ ആര് നയിക്കും? അപ്പം ആരാൽ നയിക്കപ്പെടുന്ന? യേശു പരിശുദ്ധാത്മാവിനാൽ, ആത്മാവിനാൽ യേശു നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിൽ എങ്ങോട്ട് വരിക? യേശു നയീൻ എന്ന്. അപ്പം നടത്തിപ്പാറിലായി? ആത്മാവില. യേശു വരുന്ന നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. അവൻ അമ്മയുടെ ഏകജാതനായ മകൻ. അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ. അപ്പൊ പിൻചെല്ലുന്ന ഒരു ശാപം വീട്ടിൽ കിടപ്പുണ്ട്. പിന്തുടരുന്ന ഒരു അനർത്ഥത്തോടെ കിടപ്പുണ്ട്. ഇവിടെ പറഞ്ഞു, ഇവിടെ ഏകജാതനായ മകനാന്ന് പറഞ്ഞു. 1. 2 അവളെ കുറിച്ച് പറഞ്ഞു. അവൾ ആരാന്ന് പറഞ്ഞു? വിധവയാ. അവൾക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നോ ഭർത്താവില്ല. ഇതുപോലെ തന്നെ ഈ പട്ടണത്തിന്റെ വാതിൽ ഒരു നാളിൽ ഇവിടെ ഭർത്താവിനെ കൊണ്ടുപോകാൻ വേണ്ടി പുറത്തേക്ക് വന്നിരുന്നു. ഒരു നാളിൽ ഇത് സംഭവിച്ചു. ഇന്ന് അവിടെ മകനെ പുറത്തേക്ക് കൊണ്ടുവരുക. ആത്മാവ് യേശുവിനെ നയീൻ പട്ടണത്തിൽ നാളുകൾ കൊണ്ട് നിൽക്കുന്ന ചിലതിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കും. നാളുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന ചിലതിൻ്റെ മേൽ, ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ മേൽ ദൈവിക വിടുതലുണ്ടാകും. ആമി ഇരുട്ടിൻ്റെ ഭരണത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ തേജസ് അവിടെ വെളിപ്പെടാൻ പോവുക. ഇന്ന് പകലിൽ ആത്മനിറവിനകത്ത് വിളിച്ചു പറയാ, ആമി ചില ചരിത്രങ്ങളെ ഇന്ന് പകൽ ദൈവം മാറ്റുവാൻ പോവുക. ആമി പരിശുദ്ധാത്മാവ് ആമി ചില ഭാവിയുടെ മേൽ തടസ്സമായി നിൽക്കുന്നത്, ഭാവിയുടെ മേൽ ആമി മുന്നോട്ട് പോകാൻ മേലാണ് നിൽക്കുന്നത്. ചില വാതിലുകളെ ഇന്ന് പകൽക്കാലം ആത്മാവ് തുറക്കാൻ പോകുന്നെന്ന് ആമി പരിശുദ്ധാത്മാവിനകത്ത് പ്രവചിച്ചു പറയുകയാ. ഇന്ന് ആത്മാവിനകത്ത് പറയാ, ഈ മെസ്സേജ് അവസാനിക്കുമ്പോൾ ചില വീടുകൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങാം. ഈ മെസ്സേജ് അവസാനിക്കുന്നതിന് മുമ്പേ ചില ഭവനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശക്തി, ആമി ദൈവിക ശക്തി പാരമ്പര്യം കൊണ്ട് ഉയരേണ്ട പല ഭവനങ്ങളും അത് ശാപത്തിനകത്ത് വീഴപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ഒരു തിരിച്ചുവരവ് നടത്താൻ പോകുക. അത് യേശു കർത്താവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. ആത്മാവ് ശക്തിയോടെ ഇടപെടുമ്പോൾ Power the holy, power the holy, power the holy. Ribal Kanadara, Vaidalava, Shadura, Regatala, Ame Chela Talaborgal Mail, Ame Nanbele Kudade, Chela Talaborgal Mail, Chela Uyarchale, Tadaiwan the Kina, Ame Chela Vajigal Tagatude, Ame Deivigama, Proverty, Perisudal Mahvil, Ame in the Pagalito, Chelara training point, Pagal Arabicabogia, Chelara Jiva in the Vaditi River, in the Pagal Arabicabogia, Chelara
ജീവിതത്തിനകത്ത് അത്ഭുതത്തിന്റെ വാതിൽ ദൈവം തുറക്കപ്പെടാൻ പോകുക. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പോകുന്നുണ്ട്? ഓ ഹല്ലേലൂയ. റസ്സെകോനിയന്തൽ ആമേൻ. ഹല്ലേലൂയ. റസ്സെറിയന്തൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആത്മാവിന്റെ നിറവിനകത്ത് പറയുന്നു, അത്ഭുതത്തിന്റെ വഴികളെ ദൈവം തമ്പുരാൻ തുറക്കാൻ പോകുക. Father, I thank you, Lord. ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്ന വഴിയിൽ നിന്ന് തിരിയാൻ പോവാ. ഓ, എത്ര പേര് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഒരു ടേണിംഗ് പോയിന്റ് ജീവിതത്തിനകത്ത് വരുമ്പോ ചിലർ രക്ഷിക്കപ്പെടുന്ന ഒരു ടേണിംഗ് പോയിന്റ്. എത്രയെല്ലാം പറഞ്ഞാലും ചില ടേണിംഗ് പോയിന്റുകൾ ചിലരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് ആത്മാവിന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ പറയാം, നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ഇന്ന് ഈ പകൽ നടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ പുറകിൽ ചലിച്ചത് ഇനി ചലിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം വരാൻ പോകുക. ആത്മാവിനകത്ത് വിളിച്ചു പറയുന്നു, മാർച്ച് മാസം 6, 7, 8, 9 ടേണിംഗ് പോയിന്റ് വരും. എഴുതി വെച്ചോ നിങ്ങളുടെ ബുക്കിനകത്ത്. മാർച്ച് മാസം 6, 7, 8, 9 ഈ 3 ദിവസം കൂടെ ട്രെയിനിങ് പോയിന്റ് തിരിയാൻ പോവാ. മെയ് മാസം 24 കടലിനപ്പുറേക്ക് ദൈവം നിന്റെ ട്രെയിനിങ് പോയിന്റ് മാറ്റാൻ പോകുക. ആത്മാവിന്റെ നിറവിനകത്ത് വിളിച്ചു പറയാ, യേശു ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. യേശു ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ഓ, പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനാ, പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനാ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. അത്ഭുതകരമായ ദൈവ സാന്നിധ്യം ഈ ഹോളിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിച്ചു തുടങ്ങട്ടെ. നാളുകൾ കൊണ്ട് ചലിക്കപ്പെട്ടത്, നാളുകൾ കൊണ്ട് ചലിക്കപ്പെട്ടത്, നാളുകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ വരാത്തത്, നാളുകൾ കൊണ്ട് നന്മ വെളിപ്പെടാതിരുന്നതിന്റെ മധ്യത്തിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനെ പരിശുദ്ധാത്മാവ് നയനെന്ന പട്ടണത്തിൽ കൊണ്ടുവന്നത് ഇന്ന് പകലിൽ ഒരു ശാപത്തിന്റെ കെട്ടിനെ അഴിക്കുവാനാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്നവന്റെ അമ്മയുടെ ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. ആമീൻ. എന്നിട്ട് പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടി. വലിയൊരു പുരുഷാരമുണ്ട്. ഈ പുരുഷാരം എപ്പോഴും ഉണ്ട്. സന്തോഷത്തിന്റെ സമയത്തും ഉണ്ട്, നിന്ദയുടെ സമയത്തും ഉണ്ട്, സങ്കടത്തിന്റെ സമയത്ത് ഈ പുരുഷാരമുണ്ട്. ലാസറിന്റെ ഭവനത്തിൽ ഈ പുരുഷാരത്തെ കാണാം. യായിറോസിന്റെ ഭവനത്തിൽ ഈ പുരുഷാരത്തെ കാണാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഈ പുരുഷാരത്തെ കാണാം. ഇവിടെ പറയുന്ന വാക്യതാണ്, ആ വലിയ പുരുഷാരം അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ശവം പുറത്തേക്ക് പോകുമ്പോ അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു. ഇന്ന് പകലി അകത്തറിഞ്ഞു. ഇന്ന് അകത്തൊരു വിശ്വാസത്തിനകത്ത് കണ്ടു, നിന്നെ കണ്ടവൻ നിന്നെ തൊട്ടിട്ടേ പോകത്തുള്ളൂ. ഇന്ന് പകൽ നിന്നെ കണ്ടവൻ നിന്നെ തൊട്ടേ ചെയ്യുന്ന പോകത്തുള്ളൂ. ഹല്ലേലൂയ. അമ്മ പറയുന്ന വളരെ നാൾ ഇവിടെ പറയുന്ന അമ്മ കർത്താവിന് എന്തുണ്ടായി? ഇവിടാണ് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കേണ്ടത്. ദൈവത്തിന് നമ്മളോട് മനസ്സലിവുണ്ടാകണം. ദൈവം നമ്മുടെ കണ്ണുനീരുകളെ കാണണം. ദൈവത്തിൻ്റെ മുന്നിൽ ഒരു നിലവിളി ഉണ്ടാകണം. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേ പ്രാർത്ഥന ഒരു നിലവിളിയായി മാറണം. എത്ര പേര് ആമേ പറയുന്നുണ്ട്? പ്രാർത്ഥന ജൽപ്പനമായി മാറരുത്, പ്രാർത്ഥന ഒരു നിലവിളിയായി മാറണം. ഇവൾ പല പ്രാവശ്യം കരഞ്ഞ് പ്രാർത്ഥിച്ചു കാണും കേട്ടോ. ഇവിടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു കാണും. എന്തിനും അതിനാ അധ്യായം അടയുന്ന പോലെ ഭർത്താവിനെ ഈ വാതിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുപോയി. ഇന്ന് നോക്കിക്കോണേ, ആമേ ഇവിടെ വീണ്ടും നിലവിളിച്ചു. മകൻ രോഗത്തിന്റെ അവസ്ഥയിൽ വന്നപ്പോ ആമേ മനസ്സലിവില്ലാത്ത പോലെ അവളെയും ആമേ പുറത്തേക്ക് ആ ശവം കൊണ്ടുപോകുമ്പോ ആമേ ജീവനായവൻ, ആമേ ഇന്ന് പകൽക്കാലം ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമായവൻ ഇന്ന് പകലിൽ ആ പട്ടണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ദൈവസഭയ്ക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ വഴിയും വാതിലും സ്വർഗം തുറക്കപ്പെടാൻ പോകുക. ആമേ വഴിയും വാതിലും സ്വർഗം തുറക്കപ്പെടാൻ പോകുക. നീ കണ്ടതല്ല വരാൻ പോകുന്നത്, നീ കേട്ടതല്ല വരാൻ പോകുന്നത്, നീ കാണാത്ത അത്ഭുതം നിന്റെ മേൽ വരുമെന്ന് ഓ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ ഒരു പുനരുദ്ധാനത്തിന് ശക്തിയുണ്ട് കുഞ്ഞെ, ഒരു പുനരുദ്ധാനത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ നാമം എവിടെ വിളിച്ചു പറഞ്ഞാലും അവിടെ ഒരു അത്ഭുതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകലിൽ ആത്മാവിന്റെ നിറവിനകത്ത് അവളോട് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഇന്ന് ആത്മാവ് വിളിച്ചു പറയുക, നാളുകൾ കൊണ്ട് കരഞ്ഞ ചില വിഷയങ്ങൾ ഇന്ന് പകലിൽ അവസാനിക്കപ്പെടാൻ പോകുക. നാളുകൾ കൊണ്ട് നിന്റെ സമ്പത്തൊഴുകിയത്
ഇനി ഒഴുകത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് കരഞ്ഞതിന് കരയേണ്ട വരത്തില്ല. നിനക്കൊരു വഴി തുറക്കുമെന്ന് ഇന്ന് പകൽ എന്റെ ഭവനത്തിന്റെ അകത്ത് ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് ചില വാതിലുകളെ ദൈവം അവളോട് യേശു പറയുക, നീ എന്ത് ചെയ്യണ്ട, കരയണ്ട, ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ഇന്നലെ വരെ പുറത്തേക്ക് കൊണ്ടുപോയത് ഇനി പുറത്തേക്ക് പോകത്തില്ല. എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നു? ഇന്നലെ വരെ നഷ്ടപ്പെട്ടത് ഇനി നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്നലെ വരെ ഒഴുകിയത് ഇനി നിന്റെ ജീവിതത്തിൽ ഒഴുകത്തില്ല. 2026 ഇന്നലെ വരെ ഒഴുകിയെങ്കിൽ 2024 25 ഒഴുകിയത് 2026 നിന്റെ ജീവിതത്തിൽ ഒഴുകത്തില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരു സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുക, ഒരു സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുക, ഒരു സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഇന്ന് പകലിൽ ആമേൻ വീടിനകത്ത് കിടക്കയിൽ കിടക്കുന്നവന്റെ മേൽ പോലും ദൈവശക്തി ഇറങ്ങുമെന്ന് ആത്മാവ് പറയുന്നു. ഇന്ന് ആമേൻ കിടക്കയിൽ കിടക്കുന്നവരുടെ മേൽ പോലും ഒരു ദൈവശക്തി ഇറങ്ങപ്പെടാൻ പോകുക. അതൊരു അത്ഭുതമായി മാറുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. അവൻ മഞ്ചലി തൊട്ടു, ബാല്യക്കാരനോട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ആത്മാവിനകത്ത് പറയാ, നഷ്ടപ്പെട്ടത് നിന്റെ മേൽ മടങ്ങി വരാൻ പോവുക. യേശു നിന്റെ ഭവനത്തിൽ വന്ന നഷ്ടപ്പെട്ടത് മടങ്ങി വരും. അവൻ നഷ്ടപ്പെട്ടത് മടങ്ങി വരും. കുഞ്ഞുങ്ങളുടെ ഭാവികൾ മാറാൻ പോകുക. അവൻ വിശ്വസിക്കുന്നത് മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. പക്ഷെ അകത്തുനിന്നൊരു പ്രാർത്ഥനയുടെ നിലവിളി, അകത്തുനിന്നൊരു പ്രാർത്ഥനയുടെ നിലവിളി, അകത്തുനിന്നൊരു പ്രാർത്ഥനയുടെ നിലവിളി, അകത്തുനിന്നൊരു കണ്ണുനീര്, അകത്തുനിന്നൊരു മാനസാന്തരം, അകത്തുനിന്നൊരു മാനസാന്തരം, അകത്തുനിന്നൊരു കണ്ണുനീര് ഇന്ന് പകൽ ഒഴുകട്ടെ. Power the Holy Spirit of the God. ഒരു മാനസാന്തരത്തിന്റെ കണ്ണുനീർ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു മാനസാന്തരത്തിന്റെ കണ്ണുനീർ അകത്തുനിന്ന് ഒഴുകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നിന്റെ ഉയർച്ചയുടെ പകൽ ഇന്ന് നടക്കാൻ പോകുക. നിന്റെ ഒരുവന്റെ അകത്തൊരു മാനസാന്തരം ഉണ്ടായാൽ, ഒരുത്തന്റെ ഹൃദയത്തിനകത്തൊരു തേങ്ങലുണ്ടായ, സ്വർഗം ഇന്ന് ഇടപെടാൻ തുടങ്ങും. സ്വർഗം ഇന്ന് ഇടപെടാൻ തുടങ്ങും. സ്വർഗം ഇന്ന് ഇടപെടാൻ തുടങ്ങും. ആമീൻ പറഞ്ഞ് ഏറ്റെടുത്തു. ആമീൻ. സ്വർഗം ഇന്ന് ഇടപെടാൻ തുടങ്ങും. അകത്താര് കാണാൻ നടത്തുന്ന ഒരു വിങ്ങൽ വെളിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഒരു കണ്ണുനീർ വരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, ചരിത്രം മാറും. യേശു ഇവിടെയുണ്ട്, യേശു ഇവിടെയുണ്ട്. അവൻ അത്ഭുതത്തിന്റെ ദൈവമാണ്. Power the holy, power the holy, power the holy. അകത്തുനിന്നൊരു നിലവിളി വരണം. ഇന്ന് അകത്തുനിന്നൊരു നിലവിളി വരണം. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? അകത്തുനിന്നൊരു കണ്ണുനീര് വരണം. ഭാവി ഇന്ന് പകൽ മാറുമെന്ന് പറയുക. ഒരു പ്രവചന ശബ്ദമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് നിന്റെ ഭാവിയെ ദൈവം മാറ്റാൻ പോകുക. കാരണം അകത്തുനിന്നൊരു ആഴത്തിൽ നിന്നൊരു കണ്ണുനീര്. അതുകൊണ്ട് പറയുന്നത് പത്രോസിനെ വിളിച്ചപ്പോൾ ദൈവം പറയുന്നു, ആഴത്തിൽ വലയൊന്ന് ഇറക്കണം. ഹല്ലേലൂയ. മുകളിൽ കാണിക്കുന്ന പ്രകടനമല്ല, ആഴത്തിൽ ഒരു വല ഇറക്കണം. എന്നാ കാര്യമെന്നറിയോ? ചിലത് നിന്റെ മേൽ വരാൻ പോകുക, ചിലത് നിന്റെ മേൽ വരാൻ പോകുക. അകത്തടത്തിനകത്തൊരു കണ്ണുനീര് വന്ന പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട് കേട്ടോ. പുറമേ ഉള്ളവരെ നിന്നെ നോക്കുന്നെങ്കിൽ അകമേ ഉള്ള നോക്കുന്ന ഒരു ദൈവമുണ്ട്. അകത്തുണ്ടാകുന്ന മാനസാന്തരം അത്ഭുതത്തിലേക്ക് നിന്നെ മാറ്റും. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഒരു നിലവിളി എവിടെ വെളിപ്പെട്ടാലും സ്വർഗം അത്ഭുതം ചെയ്യും. ആമേ. ഒരു നിലവിളി എവിടെ വെളിപ്പെട്ടാലും സ്വർഗം അത്ഭുതം ചെയ്യും. എല്ലായിടത്തും യേശു ചെന്നിടത്ത് പുരുഷാരമുണ്ട്. പക്ഷെ പുരുഷാരത്തിന് പ്രത്യേകത നിലവിളിയില്ല. പുരുഷാരം എപ്പോഴും എന്നാന്നറിയോ? കാഴ്ചക്കാരാ. ദൈവസഭയ്ക്കകത്തും പുരുഷാരമുണ്ട്, കാഴ്ചക്കാരാ. പക്ഷെ അകത്തൂന്നൊരുത്തന് കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ, ഒരു നിലവിളി വരുന്നുണ്ടെങ്കിൽ, അവൻ ഇന്ന് പകൽ വരെ തുള്ളിച്ചാടിയ വീട്ടിൽ പോകത്തുള്ളൂ. അവൻ തുള്ളിച്ചാടിയ വീട്ടിൽ പോകുള്ളൂ. അവനുള്ള മന്ന സ്വർഗത്തിൽ നിന്ന് വന്നു കഴിയും. ആമേ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമേ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാമത്തെ വാക്യം. പുരുഷാരം കടന്നു പോകുന്നത് ഇതെന്തെന്ന് അവൻ ചോദിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവനോട് പറഞ്ഞു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഇവിടെയാണ് പ്രാർത്ഥനയുടെ സാന്നിധ്യം അറിയണ്ടേ. മഹത്വം വെളിപ്പെടാൻ തുടങ്ങിയ ചുമ്മാ ഇരുന്ന് കളയല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. പണ്ട് ഒരാൾ തൃശ്ശൂർ പൂരം വെടികെട്ട് കാണാൻ പോയി.
എന്തോ സാഹചര്യം കൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടികെട്ടിച്ചിട്ട് താമസിച്ചു പോയി. അപ്പോൾ അവിടെ വന്ന് ഇവിടുന്ന് ഒത്തിരി ദൂരെ നിന്ന് പോയാൽ കോട്ടയത്തു നിന്നൊക്കെ പോയ ആൾക്കാർ അവർ ചെന്ന് പയ്യൻ ഉറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു വെടികെട്ട് ആരംഭിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ചെറുണ്ടേച്ച് പറഞ്ഞു, എടാ എഴുന്നേരെ വെടികെട്ട് തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. തുടങ്ങട്ടെന്ന് പറഞ്ഞു. ശകലം കൂടെ തുടങ്ങി, വെടികെട്ട് തുടങ്ങി. ഇവനെ ചിരണ്ടി വിളിച്ചിട്ട് പറഞ്ഞടാ വെടികെട്ട് തുടങ്ങി, കാണുന്നില്ലേ? ആഴ്ചകളോളം തീരുമാനം എടുത്തിട്ടാ വെടികെട്ട് കാണാൻ പോയേ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ, ഞാൻ കറ്റാനത്ത് പോയി വെടികെട്ട് കണ്ടോളാന്ന് പറഞ്ഞു. അവിടുന്ന് 180 കിലോമീറ്റർ അപ്പുറമുള്ള കറ്റാനത്ത് പോയില്ല. ഇന്ന് പകൽ ഞാൻ അകത്തോണ്ടാണ് പറയുന്നത്, ആത്മാവ് ഇറങ്ങി വരുമ്പോൾ തമാശിച്ചിരിക്കല്ലേ, അത്ഭുതത്തെ കണ്ടോണ്ട് വീട്ടിൽ പോകാവുള്ള. ഇന്ന് കറ്റാനത്ത് പോകാനല്ല ദൈവം വിളിച്ചത്, ഇന്ന് നീ അത്ഭുതം കണ്ടോണ്ട് മടങ്ങിപ്പോകാനാ പരിശുദ്ധാത്മാവ് പറയുന്നെങ്കിൽ ഇന്നൊരു അത്ഭുതത്തിന്റെ പകലെന്താ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. അത് റിലീസ് ചെയ്ത് നിൽക്കുക. പക്ഷേ അത് ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ ഒരു മൊബൈൽ ഫോൺ പോലെ ഒരു അത്ഭുതം നടക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവവും ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ അഭിഷേകവും ഇറങ്ങി വരും. പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് റിസീവ് ചെയ്യണം, പിടിച്ചെടുക്കണം. മൊബൈൽ ഫോൺ ഇപ്പം എൻ്റെ ഓഫാക്കി വെച്ചിരിക്കുക. 100 കണക്കിന് മെസ്സേജ് എനിക്ക് ചുറ്റും നിൽപ്പുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. 100 കണക്കിന് മെസ്സേജ് നിൽക്കുക. ഈ നെറ്റ് അങ്ങോട്ട് ഓണാക്കിയാൽ കിട്ടുകിടന്ന് കേൾക്കാം. കാരണം എന്തറിയോ? മെസ്സേജ് വരുവാ. ഇതുപോലെ തന്നെ ഹൃദയത്തിനകത്തു നിന്നൊരു നിലവിളി ഉണ്ടായാൽ ഇന്ന് പകൽ നിന്റെ മേലെ ദൈവശക്തി ഇറങ്ങും. ഹല്ലേലൂയ. ആമേൻ. അകത്തു നിന്നൊരു നിലവിളി ഇന്ന് പകൽ ഉണ്ടായാൽ ആമേൻ. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം കേട്ടോ, എന്നാ ഇവിടെ ഒരു വലിയ ബഹളം എന്ന് ചോദിച്ചോ. കേട്ടോണ്ടിരുന്ന അന്നും ചോദിക്കുക, ഇവിടെ ഒരു വലിയ ബഹളം. അത് നസറേനായ യേശു ഈ വഴി പോകുകയാ. ഇന്ന് പകൽ അറിഞ്ഞോണം, അവന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. ആമേൻ. അവന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുമെന്ന് അറിഞ്ഞ ഇന്ന് പകൽ ഒരു അത്ഭുതത്തിലേക്ക് മാറിക്കണം. നാളത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇന്ന് ഇപ്പോ ദൈവത്തിന്റെ അത്ഭുതകര ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അവൻ യേശുവാണ് വഴി വരുന്നെന്ന് അറിഞ്ഞപ്പോ അവൻ ചാടി അങ്ങ് എഴുന്നേറ്റോ. അവൻ ഒറ്റ വിളിച്ചു പറച്ചില്ല. അപ്പോൾ അവൻ പറഞ്ഞു, യേശുവേ നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഇന്ന് പകൽ അറിയണം, നയന്തിലെ വിധവയുടെ അടുത്ത് വന്നപ്പോ യേശുവിന് കരുണ തോന്നി. ഇവൻ വിളിച്ചു പറയുന്നു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ആമീൻ. മുന്നടക്കുന്നവർ അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇതാ ദൈവസഭയുടെ കുഴപ്പം. സഭയ്ക്കകത്ത് വിടുതൽ നടക്കാതിരിക്കുന്നതെന്നറിയോ? അടുത്തിരിക്കുന്നവൻ കൈയടിക്കുന്നോ നോക്കിയിട്ട് ഇവൻ കൈയടിക്കുന്നേ, അടുത്തിരിക്കുന്നവൻ സ്വത്രം പറയുന്നെന്ന് വെച്ചാൽ ഇവൻ സൂത്രം പറയുന്നേ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്നവൻ എത്ര വർഷം ഇരുന്നാലും കണ്ടും കെട്ടും അടുത്ത് പോകത്തുള്ളൂ. സ്വത്രം പറഞ്ഞ് ഒറ്റ പറയുന്നവനുണ്ടല്ലോ, അവന്റെ പേർ കൃപ പെരുകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആമേ. ആരെ നോക്കാതെ എഴുന്നേറ്റ് എന്ന് പറയാൻ തുടങ്ങിയാൽ, ആമേ, ആരെ നോക്കാതെ എഴുന്നേറ്റ് എന്ന് പറയാൻ തുടങ്ങിയ, ഹല്ലേലൂയ. ഒരു സഭാ ഹോളിനകത്ത് എനിക്കൊന്ന് 2000 ഒരു സഭാ ഹോളിനകത്ത് തിരുവല്ലയിൽ വെച്ച് ഒരു പ്രയർ നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് അധികം പേരൊന്നുമില്ല, 250 പേരേ ഉള്ളൂ. ആ പ്രാർത്ഥനാ ഹോളിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ആമി. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി. ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അത് ഇറങ്ങി വരുന്നു, ചിലരുടെ മേൽ തൊടുകയാണ്. വേണ്ടവർ എഴുന്നേറ്റ് ഒന്ന് പിടിച്ചെടുത്തോളാൻ പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല, ഇറങ്ങിയിട്ട് അധികം നാളായില്ല. വിശ്വാസത്തിൽ കടന്നിട്ട് എത്ര ആളെന്ന് അറിയത്തില്ല. 2008 ഇറങ്ങിയതാ കർത്താവിന്റെ പുറകെ. ആമി. ദേഹിക്കുന്നു 2010 ഒരു പ്രവചനം വരുവാ. അതിനെ ചാടി അങ്ങ് പിടിച്ചപ്പോ എന്നോട് പറഞ്ഞു, നിന്റെ മേൽ ദൈവം ഒരു അഭിഷേകം ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എനിക്ക് തിരിച്ചറിഞ്ഞില്ല. 2010 ദൈവം എന്നെ പ്രവാചകനാക്കി ദൈവം തമ്പുരാൻ മാറ്റിയെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയാം, നിന്റെ മാനദണ്ഡം മാറി അത്ഭുതത്തെ വിളിക്കാൻ റെഡിയാണെങ്കിൽ നസറയുടെ കരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിന്റെ തലമുറയുടെ അവസ്ഥകൾ മാറും, നിന്റെ അവസ്ഥകൾ മാറും. ഇന്ന് പകൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ വിശ്വാസത്തോടെ ഇരിക്കുന്നു? എൻ്റെ കൂടെ ഇരുന്ന വിശ്വാസികൾ ചോദിച്ചു, വല്ലതും കിട്ടിയോന്ന് ചോദിച്ചു. നീ എഴുന്നേറ്റ് നിന്നിട്ട് എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിച്ചു. ഒന്നുകൂടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് പുള്ളിയുടെ അടുത്ത് ചെന്നു, ദൈവദാസൻ്റെ അടുത്ത് ചെന്നു.
അടുത്ത ഞാൻ വലിയ കടഭാരത്തിൽ നിൽക്കുക. രക്ഷ വരുന്ന ഇങ്ങനെ വരുവുള്ളല്ലോ, ഒന്ന് ഈ രോഗത്തിൽ വരണം, അല്ല കടഭാരത്തിൽ വരണം, പിന്നെ കോളർ കുലുക്കും, അത് വേറെ കാര്യം. പക്ഷേ ആദ്യം വന്ന ഇങ്ങനെ നമുക്ക് നിൽക്കാൻ മേല, നടുവ് കുരിഞ്ഞ് നിൽക്കുക, ബിസിനസ് ഉണ്ട്, ഉയർച്ചയില്ല, ആമി ഭയങ്കരമായ കടത്തിൽ നിൽക്കുക. അടുത്ത് ചെന്ന് ദൈവദാസൻ്റെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു എത്ര ലക്ഷം രൂപ കടമുണ്ട്? ഞാൻ പറഞ്ഞു 3 ലക്ഷം രൂപ എൻ്റെ കടമുണ്ട്. പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, കുറച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് ആമി, മനുഷ്യൻ കടം വീട്ടത്തില്ല, ദൈവം നിൻ്റെ കടം വീട്ടും. ഇഷ്ടപ്പെടുന്നൊരു ദൂതല്ലേ വന്നത്, ദൈവം കടം വിട്ടു വന്ന്. അത് ഇങ്ങേര് പറയേണ്ട ആവശ്യമുണ്ട്, നമുക്കറിയത്തില്ല, കർത്താവ് വീട്ടിക്കോളാം എന്നൊക്കെ മനസ്സിനകത്തോർത്തു. ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെയുള്ളവരും ചോദിച്ചു, പോയിട്ട് വല്ലതും കിട്ടിയോ? ആമി, അവർക്ക് ഇതിനകത്ത് വലിയ സത്യം പറയാനകത്ത് വേറൊരു മണ്ണതുണ്ട്. അന്ന് എൻ്റെ കൂടെ വന്ന 5 പേർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരുടെ ബന്ധനം അഴിക്കാനും പിന്നീട് എന്നെ ദൈവം അഭിഷേകം ചെയ്തു. ഇന്ന് പകലറിയണം, നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് നീ ശിശുവിനെ പോലാകാൻ തീരുകയാണെങ്കിൽ, ഈ സമയം അഭിഷേകത്തിനൊരു ശക്തിയുണ്ട്, അഭിഷേകത്തിനൊരു ശക്തിയുണ്ട്. അത് നിന്റെ മേൽ പകരപ്പെടുന്ന ശക്തിയാണ്, അത് നിന്റെ തലമുറയുടെ മേൽ പകരപ്പെടുന്ന ശക്തിയാണ്, അത് ദൈവസഭയുടെ മേൽ പകരപ്പെടുന്ന ശക്തിയാണ്, അത് രാജാക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന ശക്തിയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വന്തം ചെയ്യുക. അന്ന് ദൈവദാസന്റെ ഒരു ദൈവദാസന്റെ കിട്ടിയ ദൂതുമായിട്ട് രാത്രി കയറി ടെറസിന്റെ മണ്ട കയറി പ്രാർത്ഥിക്കാനിരുന്നപ്പോ രാത്രി കേട്ട ഒരു ശബ്ദമാണ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നിനക്ക് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നിനക്ക് സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ആ ശുശ്രൂഷ ദൈവം ഇന്ന് എന്നെ നിർത്തിയേക്കുന്നതിന് കൃപയെന്നാന്നറിയോ? ഒരു നിലവിളി ഉള്ളത് കൊണ്ടാ, ഒരു നിലവിളി ഉള്ളതുകൊണ്ടാ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ഒരു നിലവിളി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽ വിടുതലിലേക്ക് ദൈവം നിന്നെ മാറ്റുമെന്ന് പറയുന്നവർക്കായി ഹല്ലേലൂയ. കൂടെ ഇരിക്കുന്നവൻ പറയും കേട്ടോ, സ്വത്രം പറയണ്ട, ഒച്ച വെക്കരുത്, മിണ്ടായി. അമ്മ, വചനം ഞങ്ങൾ കേൾക്കാനിരിക്കുമല്ലേ, വചനത്തിന് മുന്നിലാണ് നിന്റെ ഒച്ച കാരണം എനിക്ക് വചനം. ഇതൊന്നും നോക്കല്ല, ഇന്ന് വിടുതലിന്റെ പകലാണ്, വിടുതലുമായിട്ട് പോകാവുള്ളൂ. ഇന്ന് നിന്റെ തലമുറയുടെ അനുഗ്രഹമാണ്, അതുമായിട്ട് പോകാവുള്ളൂ. ഇന്ന് നിന്റെ വഴി തുറക്കുന്ന പകലാണ്, വഴി കൊണ്ട് തുറന്നേ പോകാവുള്ളൂ. യേശു പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഹല്ലേലൂയ. റബ്ബന ദല റസികോനി അന്തൽ. ഹല്ലേലൂയ. നാട്ടുകാർ പറയുന്നു നോക്കിക്കൊണ്ടല്ല ഈ അന്തൻ നിൽക്കുന്നത്. അവനൊരു കാര്യം പറയാം, ഇന്ന് പിടിക്കാനുള്ളത് പിടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഇന്ന് പകൽ ആത്മാവിനകത്ത് പറഞ്ഞ എൻ്റെ ഭാവി ഇന്ന് മാറിയിട്ടേ പോകത്തുള്ളൂ, എൻ്റെ തലമുറയുടെ ഭാവി ഇന്ന് മാറും. ഇന്ന് ഞാൻ സൗഖ്യത്തോടെ മടങ്ങി പോകത്തുള്ളൂ. എന്നും എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് കിടക്ക എടുത്ത് ഈ പുതുപ്പള്ളി കൂടെ നടന്നേ പറ്റത്തുള്ളൂ. അവൻ കിടക്ക എടുത്ത് വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ അവസ്ഥ മാറിയേ മതിയാകത്തുള്ളൂ, അവസ്ഥ മാറിയേ മതിയാകത്തുള്ളൂ. ആത്മാവ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ, ആത്മാവ് ശക്തിയോടെ ഇടപെടാൻ തുടങ്ങിയ ഇന്ന് പകലിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് പറയുന്നവർ, ഓ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇവനോട് പറഞ്ഞ് വായ തുറന്നേക്കില്ലെന്ന് പറഞ്ഞു, വാ തുറക്കില്ലെന്ന് പറഞ്ഞു, മിണ്ടാതിരിടാന്ന് പറഞ്ഞ, മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോ ഇവന്റെ സൗണ്ട് കൂടി. ഇന്ന് പകൽക്കാലം പറഞ്ഞ അടങ്ങിയിരിക്കാൻ പറയുന്നിടത്താ തുള്ളിച്ചാടേണ്ടത്, ആമ ഇത്രയും മതിയെന്ന് പറയുന്നിടത്താ ചാടി നിൽക്കേണ്ടത്. ഇന്ന് പകൽ എന്നിട്ട് പറയാ, യേശു ആമ അവിടെ ഒന്നും വിളിച്ചു, എനിക്ക് ഏറ്റവും അധികം നിലവിളിച്ചു. എന്നിട്ട് 40 വാക്യം പറയുന്നു കേട്ടോ, യേശു നിന്ന് അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. കണ്ടോ, യേശു അതിനെ പറഞ്ഞു, പുരുഷാരം കൂടെയുണ്ട്, മുടന്തനും അന്ധനും യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നുണ്ട്. നിലവിളിച്ചവനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കൊണ്ടുവരാ. ഓ, എത്ര പേര് പറയുന്നുണ്ട്, ഓ ഹല്ലേലൂയ. അവനോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ കാഴ്ച പ്രാപിക്കുക, അതിൻ്റെ വിശ്വാസം. അമ്മയെ ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് അത്ഭുതം നടക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിനകത്ത് അത്ഭുതം നടക്കുന്നത്, വിശ്വാസത്തിനകത്ത് മാനസാന്തരം വെളിപ്പെടുന്നത്. ആമി വിശ്വാസത്തിന് ആമി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് തിരിച്ചറിയണം, ദൈവത്തിൻ്റെ മുൻപിൽ ഒരു നിലവിളി ഉണ്ടെങ്കിൽ ദൈവ അത്ഭുതത്തിലേക്ക് മറ്റു. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഒരു നിലവിളി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആമീൻ ഇന്ന് പകൽക്കാലം ആര് കരം വെച്ചില്ലേലും സ്വർഗം അവനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒരു നിലവിളി ആമീൻ നിലവിളി ഉണ്ടെങ്കിൽ അവർ അഭിഷിക്തനും കൈവെക്കണ്ട, ഒരു പ്രവാചകനും പ്രവചിക്കേണ്ട, സംഭരം ഉയർത്തും, സംഭരം ഉയർത്തും. ആമീൻ ആര് നിന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ദൈവം നിന്റെ കരം പിടിക്കും. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. ആര് നിന്നെ കണ്ടില്ലെങ്കിലും കാണുന്ന ഒരു ദൈവമുണ്ട്, അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ
കർത്താവിനെ സ്തോത്രം ചെയ്യുക. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ സമയം കടന്നു പോകുന്നു. പെട്ടെന്നായിക്കോട്ടെ. 24:2-24 പെട്ടെന്ന് വായിച്ചു. എനിക്ക് കണ്ടന്റിലേക്ക് കിടക്കണം. 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. ദൈവം അവരുടെ നിലവിളി കേട്ട് ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. കണ്ടോ, ദൈവം ഓർക്കുന്ന ഭാവം. ഇന്ന് പകല് നിങ്ങളുടെ അകത്തൊന്ന് ചിന്തിച്ചു വെച്ചോണേ. പിതാക്കന്മാർ ദൈവത്തിനു വേണ്ടി വില കൊടുത്തിറങ്ങിയതാണെങ്കിൽ നിന്റെ തലമുറയും ദൈവം ഓർക്കും. ആമേൻ. ആമീൻ വരുന്നില്ലല്ലോ. നിങ്ങൾ ഇന്ന് ഇറങ്ങി നിൽക്കുന്നത് കറക്റ്റ് ചാനലിലും ദൈവത്തിന് കർത്താവിന്റെ ക്രൂശിന് വേണ്ടി ഇടം കൊടുത്ത് ഒരം കൊടുത്ത് ഇറങ്ങിയതാണെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. ഇന്ന് പകലിൽ എഴുതി വെച്ചോ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ തലമുറ ഏത് വഴി കൂടെ പോയാലും നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഇന്ന് ഏത് വഴി നിന്നാലും ഞാൻ പറയാം, തലമുറയെ തിരിച്ചു കൊണ്ടൊന്ന് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ വചനം പറയുക, അവൻ അബ്രഹാമിനെ ഓർത്തപ്പോ, ഇസഹാക്കിനെ ഓർത്തപ്പോ, യാക്കോബിനെ ഓർത്തപ്പോ അവന്റെ മനസ്സലിഞ്ഞെങ്കിൽ ഇന്ന് പകൽ നിന്റെ പ്രവൃത്തി ദൈവരാജ്യത്തിന് വേണ്ടി നിന്നെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞോ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം ഇറങ്ങോ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? തലമുറകളുടെ മേൽ മാറി വരുന്ന ദൈവാനുഗ്രഹം ഉണ്ടാകും. തലമുറകളെ ഉയർത്തുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽ നിന്റെ പിതാക്കന്മാർ കഷ്ടത അനുഭവിച്ച് നിന്നെ അനുഭവിച്ച് ഈ കർത്താവിന് വേണ്ടി ഈ കറുത്ത ബൈബിളും എടുത്തോണ്ട് ദേശത്തിറങ്ങി നിന്ന് വഴിയോരത്ത് പ്രസംഗിച്ചിട്ട് നിന്നെ കേൾക്കേണ്ട വന്നാലും അടികൾ കൊള്ളേണ്ട വന്നാലും ഇന്ന് എഴുതി വെച്ചോ, നിന്റെ തലമുറയ്ക്കുള്ള ബോണസ് സ്വർഗത്തിൽ നിന്ന് വരാൻ പോകുകയാ. ആമേൻ. തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. ദൈവം വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 4:4 പറയുമ്പോ ഹല്ലേലൂയ എങ്ങനെ ആയിരിക്കണം? ആബേൽ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കടിഞ്ഞൂലുകളിൽ അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ. ദൈവസന്നിധിയിലുള്ള തെരഞ്ഞെടുപ്പ് അങ്ങനെ ആയിരിക്കണം. മനസ്സിലായോ? ബൈബിൾ പറയുക, ഹാബേലിലും അവൻ്റെ വഴിപാടിലും കണ്ടോ. ദൈവസന്നിധി വന്ന് കുത്തിയിരുന്നെന്നുള്ള കാര്യമൊന്നല്ല ഞാനീ പറഞ്ഞേ. 12 സ്വോത്രം 2 ബഹളമൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങി കഥ പറഞ്ഞ കഥയൊന്നുമല്ല ഞാനീ പറയുന്നേ. വന്നെങ്കിൽ ഹാബേൽ വന്നത് എങ്ങനെയാണെന്നറിയോ? അവർ ബൈബിൾ തുടങ്ങും അവിടെ നിന്നുണ്ട്. ഹാബേലിലും നമ്പർ 1 നിന്നിലും നിന്റെ വഴിപാടിലും നിന്നിലും നിന്റെ സ്തോത്രത്തിലും. ഇന്ന് പകൽ എത്ര പേര് നിന്നിലും നിന്റെ അർപ്പണ ബോധത്തിലും നിന്നിലും ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് പറയുന്നുണ്ട് നിന്റെ നിപ്പ കർത്താവിന്റെ കൃപ കേട്ടോ. നിന്റെ നിപ്പ ഇന്ന് പകൽ ഓർത്തോണം. ആബേലിലും അവന്റെ വഴിപാടിലും ഇന്ന് പകൽ ഓർത്തോണം. ചില യാഗപീഠത്തിൽ വരാഞ്ഞിട്ടൊന്നുമല്ല, കായനും വന്നതാ. കായനും ഉണ്ടായി 2 കുമ്പളങ്ങ 2 മത്തങ്ങയൊക്കെ ആയിട്ട് വന്നു. പുള്ളിയും വന്നു. സംഭവമൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുക, മേധസ്സിൽ നിന്ന് തന്നെ. ഒരു വഴിപാട് കൊണ്ടുവന്ന മേധസ്സിൽ നിന്ന് തന്നെ. ഹൃദയത്തിനകത്തു നിന്നായിരിക്കണം ആരാധന. ഹൃദയത്തിനകത്തു നിന്നായിരിക്കണം. മനുഷ്യനെ കാണിക്കുന്നതല്ല സ്തോത്രം, മനുഷ്യനെ കാണിക്കുന്നതല്ല. ഹല്ലേലൂയ. മനുഷ്യനെ കാണിക്കുന്നതല്ല. എന്നാ പാസ്റ്റർ ഒന്ന് സന്തോഷിച്ചോട്ടെ, 2 സ്തോത്രം അങ്ങ് പറഞ്ഞ ഇതൊന്നും അല്ല കൊച്ചേ. പാസ്റ്ററെ കാണിച്ചാലും കാണിച്ചില്ലല്ലോ നിന്റെ ഹൃദയത്തെ നോക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. അവന് നിന്നോട് പ്രസാദമുണ്ടാകണം. വലിയ കവർ കൊടുത്ത പാസ്റ്റർ സന്തോഷിക്കുക, പക്ഷെ സ്വർഗം സന്തോഷിക്കത്തില്ല. സ്വർഗം സന്തോഷിക്കുന്നത് ഹൃദയം നുറുകിയിരിക്കുന്നവർക്ക്. യഹോവ അവൻ സമീപസ്ഥനാ. ഹല്ലേലൂയ. ഇടം കൊടുക്കാൻ റെഡിയാണെങ്കിൽ ദൈവത്തിന് ഇടം കൊടുക്കാൻ. അതുകൊണ്ട് പറയുന്നു, ഹാബേലിലും അവന്റെ വഴിപാടിലും കണ്ടോ, വരുന്ന വരവ് കണ്ടോ. നിന്റെ സ്തോത്രത്തിൽ പ്രസാദിക്കണം. നീ പുരുഷാരമായി പോകല്ലേ. നീ ഇന്ന് പകൽ പുരുഷാരമായി പോകരുത്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പുരുഷാരമായി പോകല്ലേ. വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. പലതും പറയുമെന്നേ കമ്മിറ്റി പറയോ, അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും അല്ല നമ്മുടെ സബ്ജക്റ്റ്. നമ്മുടെ സബ്ജക്റ്റ് കമ്മിറ്റി അല്ല. കമ്മിറ്റി പണ്ട് മോശ ഉണ്ടാക്കിയതാ. അവിടെ ഒന്നും പിടിച്ചോണ്ട് നിൽക്കല്ലേ. യേശു കമ്മിറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മോശയുടെ അമ്മായിപ്പൻ ഉണ്ടാക്കി വെച്ചതാ. ഇന്ന് കമ്മിറ്റി ഇതൊക്കെ മൊട്ടനടിയ, അന്നും അടിയ, ഇന്നും അടിയ. പക്ഷെ ഒരു കാര്യമുണ്ട്, കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ഒരു കുഴപ്പമുണ്ട്.
ഉണ്ടായി. മോശ അങ്ങോട്ട് ചെന്നു, ചെങ്കടൽ അങ്ങോട്ട് വിഭാഗിച്ചു. ചെങ്കടല് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. മോശയുടെ കൈ നടക്കുകയാ, കൂടെ പെങ്കൊച്ചുങ്ങളൊക്കെ നിൽപ്പുണ്ട്. അവർ റെഡിയായി വിശ്വാസത്തെ നിൽക്കുക. അവന് ടമ്പർ അടിച്ച് ദൈവത്തെ ആരാധിക്കുക. അവരക്കരെ ഒന്ന് ആരാധിക്കുമ്പോഴല്ലോ മോശയുടെ തല കുനിഞ്ഞിരിക്കുക. മോശയുടെ ബൈബിൾ കണ്ട ഏറ്റവും വലിയ പ്രവാചകന്റെ തല കുനിഞ്ഞിരിക്കുക. കാരണം എന്നറിയോ, മക്കൾ കൂടെയില്ല, ഭാര്യ കൂടെയില്ല. ഇന്ന് പകൽ സ്വോത്രം വരുമ്പോ ഓർത്തോണ്, യോശുവ പറഞ്ഞ പോലെ ഞാൻ എന്റെ കുടുംബം ഞങ്ങളെ യഹോവയെ വാഴ്ത്തോ. ഇന്ന് പകൽക്കാല ആമേ ആത്മാവിന്റെ നിറവിനകത്ത് പറ, നിന്റെ യാഗം പോകട്ടെ അങ്ങോട്ട്, അകത്തുനിന്ന് ആത്മാവിന്റെ നിറം അങ്ങോട്ട് വെളിപ്പെടട്ടെ. ഇന്നൊരു അത്ഭുതത്തിന്റെ പകലായി ദൈവം അഭിഷേകം ചെയ്യട്ടെ. Power the Holy Spirit of the God. Hallelujah. Rabba rekasi andel kanadara. Hallelujah. Amen. ഇന്ന് പകൽക്കാലം പറയണം, ആമേ ദൈവം എൻ്റെ കഷ്ടതയെ കാണുന്നതാ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുമ്പോ, ആമേ പുറപ്പാട് പുസ്തകം 3:7 വരുമ്പോ പറയുക, യഹോവ അരുളി ചെയ്തു. ആമേ വായിച്ചു 3:7. അരുൾ ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടോ. എൻ്റെ കഷ്ടത എൻ്റെ ദൈവം കണ്ടെന്ന് ഇന്ന് പകൽക്കാലം അറിഞ്ഞാണോ ഞാൻ വന്നത്. ഈ യാഗപീഠത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് മേധസ്സിൽ തന്നെ ഉള്ളൊരു സ്തോത്രവുമായിട്ടാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കും. ഇവിടെ പറയുക, മിസ്രൈമുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമിന്റെ കയ്യിൽ നിന്നും വിടിവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന നിന്നെ ദൈവം തമ്പുരാൻ വിളിച്ചത് വിശാലമായ ദേശത്തേക്ക് നിൽക്കാനാ. ഹല്ലേലൂയ. ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ ഒരു രക്ഷകൻ നിനക്ക് വേണ്ടിയുണ്ട്. ഒരു രക്ഷകൻ നിനക്ക് വേണ്ടി. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? ഒരു രക്ഷകൻ നിനക്ക് വേണ്ടിയുണ്ട്. ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറഞ്ഞ എനിക്കൊരു രക്ഷകനുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞ പഴയ നിയമത്തിനകത്ത് യഹോവയായ ദൈവ സങ്കടങ്ങൾ കണ്ട് പുറത്തിറക്കിയെങ്കിൽ ഇന്ന് യേശു എന്നൊരു രക്ഷകൻ നിനക്ക് വേണ്ടിയുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 1:21 പെട്ടെന്ന് വായിച്ചു. 1:21. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് പോകാത്തതിന് കാരണം എന്നാ? ദൈവസന്നിധി. ഞാൻ പറഞ്ഞ യേശുവിനെ വിശ്വസിക്കാതിരിക്കുന്ന ഏറ്റവും വലിയ പാവം ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്നേ. ഇവിടെ പറയുന്ന വാക്കിനകത്ത് പറഞ്ഞു, അങ്ങനൊരു രക്ഷകനെ കൊണ്ടുവന്നു. അതാ യേശു കർത്താവ്. യേശു കർത്താവിനെ കൊണ്ട് മുന്നേ നിർത്തുക. ഇനി എന്നെ പറയാൻ പോകുന്നറിയോ? നിന്റെ പാപത്തെ മോചിപ്പിക്കാൻ യേശു നിനക്ക് വേണ്ടി വന്നു. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പണ്ട് മാനസാന്തരപ്പെട്ട് പിതാക്കന്മാർ അകൃത്യങ്ങളിൽ പോയി നഷ്ടപ്പെട്ടപ്പോ ഇസ്രായേലിനെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടിരുമ്പോ അവർ ദൈവത്തോട് മറുതലിപ്പുണ്ടായി. അവരെ മടലിനകത്ത് ചവിട്ടി താഴ്ത്തി കളഞ്ഞെന്ന് ദൈവവചനം പറയുന്നു. അവിടെ പാമ്പ് കടിക്കപ്പെട്ട് മരിക്കപ്പെടുന്നു. അവിടെ മോശയുടെ മുന്നിൽ വന്നിട്ട് ഒരു പിച്ചള സർപ്പത്തെ മോശ ഉയർത്തി അവങ്കിലേക്ക് നോക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനം പഴയ നിയമത്തിൽ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിനകത്ത് വന്നപ്പോ പറഞ്ഞു, യേശുവിന്റെ രക്ഷകൻ അവൻ ലോകത്തിൽ എനിക്ക് വേണ്ടി എഴുന്നേറ്റു. യേശുവിന്റെ രക്ഷകൻ എന്റെ പാപങ്ങളെ പോക്കി. യേശുവിന്റെ രക്ഷകൻ ഇന്ന് പരിശുദ്ധാത്മാവിനാ എന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമീൻ എന്ന് പറയുന്നു. പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. ഇന്ന് പകലറിയണം, എൻ്റെ പാപത്തെയും ശാപത്തെയും വഹിച്ച ഒരു നല്ല ഇടയരെനിക്കുണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. മത്തായിയുടെ 4:14 ഒന്ന് കടന്നേ. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലായും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ആത്മാവിന് ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ടു. ആത്മാവ് നടത്തുന്നതിന് അതിന്റെ പുറയിലത്തെ ഒരു വാക്യം വായിക്കണം. 13-ാമത്തെ നസറേത്ത് വിട്ട് സെബൂലിന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. യേശു പറയാ. അപ്പൊ പുറകെ വർക്ക് ചെയ്യുന്ന ആരാ? ആത്മാവ് യേശുവിനെ കഫർനഹൂമിൽ കൊണ്ട് പാർത്തു. എന്നിട്ട്
സെബുലൻ ദേശവും നഫ്താലി ദേശവും സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇത് തന്നെ സത്യം. നമ്മൾ ഇന്ന് കണ്ട വെളിച്ചമല്ല യേശു. എത്ര പേര് ആമേൻ പറയുന്നു? ആമേ, നമ്മുടെ ജീവിതത്തിൽ കണ്ട വെളിച്ചമല്ല യേശു. ഈ യേശുവിനെ അല്ലേ പട്ടണത്തിൽ ഉയർത്തേണ്ടത്? ഈ യേശു അല്ലേ ആരാധനയ്ക്ക് യോഗ്യ? യേശു അല്ലാതെ എന്തിനെയാ നമുക്ക് ഉയർത്താനുള്ളത്? ഇന്ന് പകലി പറഞ്ഞു, ഇരുളായിരുന്ന നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഈ യേശു കർത്താവെന്ന് പറയുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്തു. അങ്ങനെ ഇരുളിലിരുന്ന ജനം, ഇത് നമ്മളെ കുറിച്ചുള്ള പ്രവചനമാ. ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. എന്തത്തിന്റെ കീഴിൽ? മരണത്തിന്റെ ദേശത്തിലും. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം. ഭാവി പോയെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഭാവി പോയെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഇനി മുന്നോട്ടൊരു വഴിയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ? ആമേ, എല്ലാം അവസാനിച്ചെന്ന് തോന്നിയില്ലേ? അവിടെയല്ല ഈ വെളിച്ചം കയറി വന്നത്. ആമേ, ഇന്ന് ആ കർത്താവിനെ സ്തോത്രം ചെയ്യേണ്ടത്. ഇരുളായിരുന്ന ഇന്ന് ഞാൻ പ്രകാശമായി മാറിയെങ്കിൽ അതെന്റെ കഴിവല്ല, അവന്റെ കൃപയൊന്നു മാത്രം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇരുളായിരുന്ന എന്റെ മേൽ പാപമുണ്ടായിരുന്ന എന്റെ മേൽ, ശാപമുണ്ടായിരുന്ന എന്റെ മേൽ, പിതാക്കന്മാർ അകൃത്യമുണ്ടായിരുന്ന എന്റെ മേൽ എന്റെ ദൈവത്തിന്റെ തേജസ് വന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ! യേശു എന്റെ രക്ഷകനെന്ന് അവൻ പട്ടണത്തിൽ വിളിച്ചു പറയാ, അവൻ ദേശത്ത് വിളിച്ചു പറയാ. ഇന്ന് പകൽ എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? ഈ യേശുവാണ് എന്റെ രക്ഷകൻ. ഓ ഹല്ലേലൂയ! അവൻ ഇരുളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രകാശിച്ചു. ഹല്ലേലൂയ! ഇന്ന് എത്ര പേര് പറയുന്നുണ്ട് ഹല്ലേലൂയ? എന്നിട്ട് യേശു ഇറങ്ങിയിട്ട് യേശു പറയാ, ദൈവരാജ്യം സമീപിച്ചിരിക്കുവാൻ മാനസാന്തരപ്പെടുകയേ. യേശുവിനെ കുറിച്ച് പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആമീൻ. യേശു എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, യേശു അങ്ങോട്ട് വന്നു ദൈവരാജ്യത്തിൻ്റെ മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞു. വഴിയോരത്തിരിക്കുന്ന പത്രോസിനോട് പറഞ്ഞു വരാൻ പറഞ്ഞു, അന്ത്രയോസിനോട് പറഞ്ഞു വരാൻ പറഞ്ഞു, മത്തായിയോട് പറഞ്ഞു വരാൻ പറഞ്ഞു. ഒന്ന് പറയാനാ വിളിച്ചത്. എന്നാ പറയാനാ? യേശു വന്ന എന്നാ പറയാനാ? മനുഷ്യനെ പിടിക്കാനെന്ന് അതവിടെ കിടക്കട്ടെ. മാനസാന്തരം പറയാനാ യേശു പറഞ്ഞത്. പാപബോധം ഉണ്ടാക്കി, കണ്ണുനീരുണ്ടാക്കി, മാനസാന്തരം ഉണ്ടാക്കി ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനാ. നിനക്കൊരു പ്രമോഷൻ സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിനക്കൊരു വാസസ്ഥലമുണ്ട്. ഇവിടെ കിടന്ന് കുത്തിച്ചാടിയാലും 1000 ആണ്ട് കർത്താവിൻ്റെ കൂടെ ഒരു വാഴ്വ് വെച്ചിട്ടുണ്ട്. അതിനാൽ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പുത്രർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പത്രോസേ, നീ ചെല്ലുമ്പോൾ ഇത് തന്നെ പ്രസംഗിക്കണം. നീ ചെല്ലുമ്പോൾ ഇത് തന്നെ മത്തായിയെ പ്രസംഗിക്കണം. അവൻ ജാതികളുടെ ബന്ധനങ്ങളെ അഴിക്കണം, കെട്ടുകളെ അഴിക്കണം. അവൻ അതുകൊണ്ട് ഒന്ന് യോഹന്നാനി വന്നപ്പോൾ പറഞ്ഞു, യേശു വന്നത് എന്തിനു വേണ്ടിയാ? പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ എന്റെ ദൈവം പ്രത്യക്ഷനായി. പാമ്പിനെ, തേളിനെ, ശത്രുവിനെ സകല ബലത്തെ ചവിട്ടുവാൻ എന്റെ പേർ ദൈവം അഭിഷേകമിട്ടിരിക്കുന്നു. ഇന്ന് പറഞ്ഞ യേശു നിൽക്കുന്നത് നയന്തിലെ വിധവയുടെ മുന്നിൽ. അവരുടെ വീടിനകത്ത് ബന്ധനമുണ്ടെങ്കിൽ ആ ബന്ധനത്തിന്റെ കെട്ടിനെ അഴിക്കുന്നത് നസറേനായ യേശുവാണെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയാ, ഈ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം പറയാ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. എങ്ങനെ? പാപത്തിലിരുന്നവൻ മാനസാന്തരത്തിലേക്ക്, ശാപത്തിലിരുന്നവൻ രക്ഷയിലേക്ക്. ഒരു മാറ്റുന്ന നാമമുണ്ടെങ്കിൽ ഇന്ന് നാമത്തെ ഉയർത്തണം. അതെന്റെ യേശുവിന്റെ നാമമാണ്. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതിന്റെ 24-ാമത്തെ വാക്യാണ് വായിച്ചേ. മാനസാന്തരപ്പെട്ട് ജനം ദൈവസന്നിധിയിലേക്ക് വന്നപ്പോ അവന്റെ ശ്രുതി
ദേശത്ത് പരക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഇറങ്ങിത്തിരിക്കാൻ റെഡിയായിക്കോ. അഭിഷേകം നിന്റെ മേൽ വരിക. നീ ചെല്ലുന്ന ഭവനത്തിന് അകൽഭുതം നടക്കുക. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുക രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതഗ്രസ്തരെ വിടുവിക്കുവാൻ. ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന് ശക്തിയുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞു നയന്തിലെ വിധവയുണ്ടെങ്കിൽ, ആമേൻ, അവരുടെ മരണമുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ദൈവം നിന്നെ നിർത്താൻ പോകുക. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയെ തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവം ചെയ്ത പ്രവർത്തികളെ അറിയുമ്പോൾ അതിനെ റോമാലേഖനത്തിലേക്ക് വരും. അതുകൊണ്ട് വായിച്ചാൽ പ്രാർത്ഥിക്കും, സമയം കടന്നു പോകും. റോമാലേഖനം 10-ാം അധ്യായം. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഓ ഹല്ലേലൂയ. ഇന്നൊന്ന് പറയണം കേട്ടോ. ലഭിക്കപ്പെട്ടൊക്കെ കിട്ടി. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നൊക്കെ ദൈവം ഒന്ന് മാറ്റി ശുശ്രൂഷയൊക്കെ തന്ന് ഒന്ന് മിടുക്കനാകുമ്പോൾ വാ തുറക്കാതിരിക്കല്ലേ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോളാം, യേശുവിന്റെ കർത്താവാന്ന്. ഓ, കർത്തൃത്വമാരുടെ മേൽ ഇട്ട് കൊടുക്കണം. യേശുവിന്റെ കർത്താവ്. അതുകൊണ്ട് ഇവിടെ ബൈബിൾ പറയുക, യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ടേറ്റ് പറയും. ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ, ഇത്രയൊന്ന് പിടികിട്ടിയ നിന്റെ പാപം പോകും. നിന്റെ ശാപം പോകും. നിന്റെ കെട്ടുവം കഴിയും. കൂടുതലൊന്നും അറിയണ്ട, ഇത്രയൊന്നും അറിഞ്ഞാൽ മതി. യേശുവിന്റെ പാപം, എന്റെ ശാപം അവൻ കാൽവറി ക്രൂശ് വെകിച്ചെന്ന് വിശ്വസിച്ച ഇന്ന് പകൽ ഒരു അത്ഭുതം നടക്കുമെന്ന്. യേശുവിന്റെ കർത്താവെന്ന് കണ്ടോ. റോമാലേഖനത്തിൽ പൗലോസ് വന്നപ്പോൾ പറയുക, ഇതേ എനിക്ക് പറയാനുള്ളൂ. പൗലോസ് പറയുക, ഞാൻ ആയിരുന്ന തലത്തിൽ നിന്ന് എന്നെ സ്വർഗം മാറ്റിയിട്ട് പറയുക. എന്നിട്ടാ പൗലോസ് പറഞ്ഞ, എനിക്കോ എന്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും അവൻ ധൈര്യത്തോടെ പറയുന്നതിന് കാരണം ഈ ക്രൂശ് മരണമാണ് എന്നെ യേശുവിലേക്ക് കൊണ്ടുവന്നത്. ഈ ക്രൂശ് മരണമാണ് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. ഈ ഉയർപ്പാണ് എന്നെ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. ഉടബൽ ഖലാദര രഖദൽ ഖലാദര വൈഡലവ റന്ദൽ റീബൽ ഖലാദര വൈഡലവ ശതുര രഖദൽ വൈഡ. ഹല്ലേലൂയ. യേശുവിന്റെ മരണമാണ് എന്റെ ചരിത്രം മാറ്റിയെങ്കിൽ യേശുവിന്റെ ഉയർപ്പ ഇന്ന് പകൽ എന്നെ നിർത്തിയിരിക്കുന്നെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിലേക്ക് വരുന്നവൻ അവൻ അധിക ഫലത്തിലേക്ക് മാറും. അതുകൊണ്ട് ഞാൻ ഈ വെള്ളിയാഴ്ച പറഞ്ഞത്, ഒരുവൻ യേശുവിലേക്ക് വന്നാൽ അവൻ നല്ല ഇടയനായി മാറും. ഒരുവൻ യേശുവിലേക്ക് വന്നാൽ അവൻ വഴിയും വാതിലും നിനക്കായി മാറും. ഓ, ഒരുവൻ യേശുവിലേക്ക് വന്നാൽ അവൻ അധിക ഫലത്തിലേക്ക് വരും. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. 10-ാമത്തെ വാക്യം പറയുക. എന്നാ വാക്യന്നേ? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി. ഇതൊന്ന് പറയണം എൻ്റെ പൊന്നെ. സഭാഹോൾ ഇരുന്നിട്ടേ, ഓ, ദൈവത്തിന്റെ നീതി അങ്ങോട്ട് കേൾക്കുമ്പോൾ ഒരു സ്തോത്രം വരാതെ അടുത്തവൻ പറയും മിണ്ടായിരിക്കണം എന്ന് പറഞ്ഞാണല്ലോ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തിരിക്കുന്നവൻ പറയും മിണ്ടല്ലേ കേട്ടോ, മിണ്ടല്ലേ. മിണ്ടാതിരിക്കുന്നവൻ അവിടെ ഇരിക്കുക. വായു വിസ്താരത്തെ തുറന്ന തമ്പുരാൻ നിറച്ചും തരും. അതാ ദൈവത്തിന്റെ പരിപാടി. മിണ്ടാതിരിക്കുന്നവൻ അവിടെ ഇരിക്കുക. വായു തുറക്കുന്നവൻ, നീ വായ തുറന്നില്ലേ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇന്ന് നീ സ്തോത്രം പറഞ്ഞില്ലേ കല്ലുകൾ ആർക്കുന്ന ഒരു കാലം കിടപ്പുണ്ട്. അപ്പറേ, ഇന്ന് നീ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ നാളെ തമ്പുരാൻ കല്ലുകളെ കൊണ്ട് ആർപ്പിക്കുന്ന ഒരു കാലമുണ്ട്. ആമേ. ഇന്ന് പകൽക്കാലം കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച ദൈവത്തെയാ ഞാൻ ഈ പകലി പ്രസംഗിക്കുന്നത്. ആമേൻ. ഇന്ന് പകലി അറിയണം, നീ വായ് തുറന്നില്ലെങ്കിൽ തമ്പുരാൻ തുറപ്പിക്കും. ആമേ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ അതുകൊണ്ട് പറയുന്നു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കേ, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയും. ഇതൊക്കെ ഇടയ്ക്കൊന്ന് പറയണം കേട്ടോ. ഓ, വിശ്വാസത്തിൽ വന്നു 25 വർഷമായില്ല, ഇനി എന്നെ പറയണം. 2 ശ്രോത്രം, ഒരു ശ്രോത്രം അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. ഇടയ്ക്കിടയ്ക്കൊരു മാനസാന്തരം, ഇടയ്ക്കിടയ്ക്കൊരു കണ്ണുനീരോ, ഇടയ്ക്കിടയ്ക്കൊരു വിലാപോ, ഒരു അഭിഷേകവും ഒക്കെ വരുമ്പോഴാ കുഞ്ഞ തമ്പുരാൻ നിന്നെ അങ്ങോട്ട് ഉയർത്തുന്നത്. ഹല്ലേലൂയ. കണ്ണുനീരൊന്ന് വരട്ടെ. മോശയുടെ പട്ടക ഒഴുകിപ്പോകാതെ ആമയും ചില കമ്പിന്റെ ഇട നിർത്തിയില്ലേ, അതുപോലെ തമ്പുരാൻ നിർത്തിയിരിക്കുന്ന ഓർത്താണ്. ഞാങ്ങണയുടെ പെട്ടക ഒഴുകിപ്പോകാമായിരുന്നു നൈൽ നദിക്കകത്ത്. 2-3 ചുള്ളിക്കമ്പിട്ട് സ്വർഗം അവിടെ നിർത്തിയതിന്റെ കാരണം എന്നാ, നിന്നെ കൊണ്ട് ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ടാ. ഇന്ന് പകലറിയണം, എന്റെ തമ്പുരാൻ വിളിച്ചിറക്കിയതിന് പുറകിലൊരു പദ്ധതി ഉണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കൊട്ടിപ്പാടി
പോകാൻ മാത്രമല്ല, ചില അത്ഭുതങ്ങൾ ചെയ്യുവാനാ ദൈവം നിന്നെ വിളിച്ചത്. അത് നിന്റെ തലമുറയ്ക്കകത്ത് വരും. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഹൃദയം കൊണ്ട് നീതിക്കാ വിശ്വസിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വായ കൊണ്ട് ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നടക്കുന്ന വഴിയും കമ്മിറ്റിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഒന്ന് മാറി നടന്നോണം ദൈവസന്നിധിയിൽ. ഒന്നിനകത്ത് പെടർന്ന് മാറി നിന്ന് നോക്കിക്കേ. വിശ്വാസി അനുഗ്രഹിക്കപ്പെട്ടാലും കമ്മിറ്റിക്കാരൻ അനുഗ്രഹിക്കപ്പെടത്തില്ല. പിടികിട്ടിയോ? കമ്മിറ്റിക്കാരുടെ ഒരു നന്മ വരത്തില്ല. അവൻ്റെ തലമുറ കിടക്കുന്നത് കളിക്കാൻ തുടങ്ങും. ചുമ്മാ ഇരിക്കുന്ന കൈകൊട്ടി പാട്ട് പാടിയിരിക്കുന്ന അമ്മച്ചിമാരുടെ അടുത്ത് ഉമ്മ പോയി നോക്കിയോ, മക്കൾ എവിടെയാ മാസം മാസം വന്നു പോവുക. ഇവിടെ അടുത്തല്ല, പുതുപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോവല്ല, രാജ്യങ്ങളപ്പുറം നിന്ന് പോയി വരുക. കാരണം എന്നാന്നറിയോ? ദൈവം നോക്കുന്ന നിൻ്റെ ഫാമി പവറൊന്നുമല്ല നോക്കുന്നത്, ദൈവം നോക്കുന്ന നിൻ്റെ വിശ്വസ്തതയാ. ആമേൻ, നിൻ്റെ വിശ്വസ്തതയാ. നിൻ്റെ രാത്രിയിലിരുന്ന് തഴപ്പായലിരുന്നുള്ള കണ്ണുനീരുണ്ടല്ലോ, അതാ സ്വർഗം നോക്കുന്നത്. എത്ര പേര് ആമേൻ പറഞ്ഞു? അതുകൊണ്ട് എന്ത് ചെയ്യണം? വായ് കൊണ്ടേറ്റ് പറയണം. രക്ഷയ്ക്കായി വായ് കൊണ്ടേറ്റ് പറയണം. ഒരു പ്രാവശ്യം പോലെ പണ്ട് സ്നാനപ്പെടാൻ വരത്ത് പോയപ്പോൾ നിലവിളിച്ചതല്ല, ആ നിലവിളി ഇന്നും ഉണ്ടാകണം, ആ കണ്ണുനീർ ഇന്നും ഉണ്ടാകണം. ഹല്ലേലൂയ. എന്നിട്ട് ബൈബിൾ പറയുക, അടുത്ത വാക്ക ഇമ്പോർട്ടന്റ്, ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഓർത്തോ, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് ഈ പട്ടണത്തിലേക്ക് ഇറങ്ങിയിട്ട് നീയോ നിന്റെ കുടുംബമോ പട്ടുപോവാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ എഴുതി വെച്ചു, പെട്ടുപോകാൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ വിശ്വാസി ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞ ഇത് അധികം നാളൊന്നും പോകത്തില്ല, 5-6 മാസം കഴിയുമ്പോൾ മടങ്ങി വന്നോളൂ. എല്ലാവരും കാത്തിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ഓർത്തു 1 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമെന്ന്. അവസാനം പറഞ്ഞു അവനെ പിടിച്ചാൽ കിട്ടത്തില്ല, അവൻ ഇറങ്ങിപ്പോയെന്ന്. ഇന്ന് പകൽക്കാലം പറഞ്ഞു, അബ്രാഹാം ഇറങ്ങിയ പോലെ ഒരു ഇറക്കം ഇറങ്ങി. ഓ, സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുകയാ. ഇന്ന് പകൽ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നിന്നിട്ടുണ്ടെങ്കിൽ അവൻ വീഴാതെ നിന്നെ സൂക്ഷിക്കും. നിന്നിട്ടുണ്ടെങ്കിൽ അവൻ വീഴാതെ നിന്നെ സൂക്ഷിക്കും. ഓ, ആമേൻ പറയുന്നവർ എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറ. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർ എത്ര പേര് ഈ സഭാഹോളിനകത്ത് ഇരിപ്പുണ്ട്? യേശുവിൽ വിശ്വസിക്കുന്നവർ ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറ, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. എത്ര പേർ ആമേൻ പറയുമെന്ന് അറിഞ്ഞുകൂടാ? ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. പണ്ട് ഞങ്ങളുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ ഒരു പയ്യൻ. ഉക്രൈനിൽ പോയി MBBS പഠിച്ച് പരാജയപ്പെട്ടു വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ചെറുക്കനങ്ങ് സങ്കടമായി. 1-2 പ്രാവശ്യമൊക്കെ ഇവിടെ ലൈസൻസിന് വേണ്ടി നോക്കി, ഒന്നും നടന്നില്ല, ജയിക്കുന്നില്ല. സങ്കടപ്പെട്ടവൻ വന്ന് ഈ സഭാഹോളിനകത്തിരുന്നു. സഭാഹോളിൽ എന്നും വരും, എൻ്റെ കൂടെ വന്ന് ക്യാമറ അയക്കാൻ അവൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവൻ ഇതൊക്കെ ചെയ്യും, പക്ഷെ നിശബ്ദനാ, ഇങ്ങനെ തല കൊമ്പിട്ടിരിക്കും. അവിടെ യേശു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ്റെ പെടലിൽ ഒടിഞ്ഞാ കിടക്കുന്നത്. അവൻ ഇങ്ങനെ ഇരിക്കുക. ആലപ്പുഴയ്ക്ക് പണ്ട് തേങ്ങ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഇവൻ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, മിണ്ടത്തില്ല. ഒരു സ്തോത്രമൊക്കെ പറയണമെങ്കിൽ താഴെ നിന്നൊരു സ്തോത്രം വരുള്ളൂ, മുകളിലോട്ടൊരു സ്തോത്രമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുക. ദൈവാത്മാവിനോട് പറഞ്ഞു, നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞു. ഈ വാക്യത്തിന്റെ കോറിങ്ങിലായിരുന്നു ഞാൻ നിന്നിരുന്നത്, വചനം ഇതല്ല, വേറെന്തോതിലായിരുന്നു. അങ്ങനെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ സഭാഹോളിൽ തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. എനിക്കൊന്ന് മായക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് അവിടെ വിളിച്ചു നിർത്തിച്ച് അവനോട് പറഞ്ഞു, ഞാൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന് 3 പ്രാവശ്യം വിളിച്ചു പറയാൻ പറഞ്ഞു. ദൂത് നിന്റെ മേൽ വരുമെന്ന് പറഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഈ സഭയോട് ഞാൻ പറയുക, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. അവൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞു. കുഞ്ഞെ ഞാൻ തിരിഞ്ഞോളാൻ പറഞ്ഞു. അവനോട് ഞാൻ തിരിഞ്ഞോളാൻ പറഞ്ഞപ്പോൾ ഒരു മാർച്ച് മാസമായിരുന്നു എനിക്ക് തോന്നുന്നു. മാർച്ച് മാസം വന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഈ വരുന്ന മെയ് 24-ാം തീയതി നിനക്ക് വേണ്ടി അമേരിക്കയിൽ നിന്ന് ഒരു പെണ്ണ് നിന്നെ തേടി വരുന്നൊരു കാലം വരും. നിനക്ക് 24-ാം തീയതി വരും. ജൂൺ മാസം 14-ാം തീയതി നിന്റെ വിവാഹത്തിന്റെ രജിസ്റ്റർ നടന്നിരിക്കും. ഒരു പ്രവചനം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇവനെ കെട്ടാൻ അമേരിക്കയിൽ നിന്നോ അതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. നടക്കത്തില്ലെന്ന് പറഞ്ഞവർ കല്യാണത്തിന് ഉണ്ണാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുക, ഈ രക്ഷകനെ തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വാസത്തെ വിളിച്ചു പറയണം, എന്റെ മേൽ ഇരിക്കുന്ന ദൈവ കൃപ എന്നെ നിറഞ്ഞുകൊണ്ട് വേണം നീ ഇന്ന് പകൽ വിളിച്ചു പറയണം, ഞാൻ യേശുവിനെ അറിഞ്ഞതാണെങ്കിൽ ഞാനും എന്റെ കുടുംബവും ലജ്ജിച്ചു പോകത്തില്ല എന്ന് വിളിച്ചു പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? അവനിൽ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. അതിന്റെ 13-ാമത്തെ വാക്യം വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിഞ്ഞു, ഈ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കുറേനക്കാരെ കൂടുതലൊന്നും ചെയ്തില്ല, ആ ക്രൂശിൻ്റെ ചുവട്ടിലൊന്ന് താങ്ങിയതേ ഉള്ളൂ. ബൈബിൾ പറയുക, അവൻ്റെ തലമുറ
കർത്താവിൽ പ്രസിദ്ധരായി തീർന്നു. ഇന്ന് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി നിൻ്റെ ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി നീ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ 2026 നീ എഴുതി വെച്ചു, കർത്താവിൻ്റെ കയ്യൊപ്പ് പതിക്കുന്ന വർഷമാ. ആമേ, ഭാവിയുടെ മുകളിൽ കയ്യൊപ്പ് പതിക്കുന്ന വർഷമാ. തലമുറകളെ ഇരുന്നെഴുന്നേക്കുന്നവർ എഴുന്നേറ്റ് പോ. ദൈവസഭ പെട്ടെന്ന് വളരാൻ തുടങ്ങും. ഇനി ആമേ, നാളുകൾ കഴിയുന്നതിന് മുമ്പ് ദൈവത്തിന് വലിയ പ്രവർത്തികളിലേക്ക് വരാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ആമേ, ചരിത്രം തലമുറയുടെ മാറ്റിക്കളയും. ചരിത്രം ദൈവം മാറ്റിക്കളയും. എത്ര പേര് ആമേ പറയാൻ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? നിന്നെ ദേശത്ത് ലജ്ജിക്കാൻ വിടാത്ത ഒരു ദൈവമേ എനിക്കറിയത്തുള്ളൂ. എന്നെ ദേശത്ത് ലജ്ജിക്കാൻ വിടാത്ത ഒരു ദൈവമേ ഉള്ളൂ. ആ കർത്താവിനെ ഞാൻ ഇന്ന് ഈ പട്ടണത്തിൽ ഉയർത്തുന്നത്. എനിക്ക് പറയുവാൻ ഒരുവനേ ഉള്ളൂ. ഈ സഭകൾ അടഞ്ഞു പോയാലും വഴിയോരത്താണെന്ന് ഞാൻ വിളിച്ചു പറയൂ, യേശുവിന്റെ കർത്താവെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം. ആമേ, നാളെ ഒരു നിയമം വന്ന് സഭകൾ മുഴുവൻ അടച്ചു പൂട്ടാൻ പറഞ്ഞാൽ ഒരു ചെറിയ മൈക്ക് സെറ്റുമായിട്ട് വഴിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയോ, യേശുവാണ് എന്റെ കർത്താവ്, യേശുവാണ് എന്റെ കർത്താവ്. അവനേക്കാൾ വലിയവനായി എനിക്കാരുമില്ലെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണോ? ഇന്ന് പകൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന വരുന്നത് സ്വർഗവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കണം. മാനസാന്തരം ദിനം പ്രതി ഉണ്ടാകണം. ഒരു പുതുക്കം ദിനം പ്രതി ഉണ്ടാകണം. ഒരു വാഗ്വാദത്തിന് നിൽക്കാതെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, എൻ്റെ പൊന്നെ, ഈ ഭൂമിയിലുള്ള ഒന്നും കിട്ടിയില്ലല്ലോ, യേശു എൻ്റെ കർത്താവായി മാറണം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു എല്ലാ അടികളും എല്ലാ ഇടികളും എല്ലാം ഏറ്റ പൗലോസ് പറയുന്നത് യേശുവിൻ്റെ കർത്താവാണെന്ന് പറയുന്നത് എവിടെ കിടന്ന് പറഞ്ഞിട്ടില്ല. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരാഗ്രഹത്തിൽ കിടന്നപ്പം പറഞ്ഞിട്ടുണ്ട്, കയ്യിൽ അണലി കടക്കി തൂങ്ങിയപ്പോ നാട്ടുകാർ പറഞ്ഞു, ഇവൻ കൊള്ളത്തില്ലാത്തവനാ, ഇവന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുക എന്ന് പറഞ്ഞു. ഇനി ഇവൻ മുന്നോട്ടില്ലെന്ന് പറഞ്ഞു. ബർബരന്മാർ പറഞ്ഞു, നീതി ദേവത ഇവനോട് കോപിച്ചതാ, ഇവന്റെ ചരിത്രമില്ല, ഇവൻ ഇവിടെ മരിക്കും, ഇപ്പം വീറും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ ആ അണലിയെ തീയിലിട്ട് കുടഞ്ഞേച്ചു പറഞ്ഞു, യേശു എന്റെ കർത്താവാ. ഇന്ന് പകൽ അറിയണം, ആമേ, നിന്നെ നിന്ദിച്ചവരുടെ മുന്നിൽ ഉയർത്തി കാണിക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മിലിത്യാദ്വീപിൽ കിടന്ന പൗലോസ് ചത്തുപോയെന്നല്ല പറഞ്ഞ്, മിലിത്യാദ്വീപ് മാനസാന്തരത്തിലേക്ക് പോയെന്ന ദൈവവചനം പറയുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജീവിതം കൊണ്ട് അനേകർ യേശുവിലേക്ക് വരട്ടെ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു നിറവിനകത്ത് നിൽക്കണം, ഒരു മാനസാന്തരത്തിൽ നിൽക്കണം, ഒരു പുതുക്കത്തിൽ നിൽക്കണം, ഒരു ആത്മാവിനെ നടപ്പിക്കണം. മനുഷ്യന്റെ ആത്മാവിലല്ല ഞാൻ പറയുന്നത്, ജഡപ്രകാരം നടക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആത്മാവിന്റെ നിയോഗത്തിൽ വരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞു, നിന്റെ തലമുറയുടെ ഉയർച്ചകൾ ദൈവമക. നീ പണ്ടു ചുമർ കൊടുത്തവനാണോ? ദൈവത്തിന് വേണ്ടി നിന്നവനാണോ? ഇന്ന് കുഞ്ഞുങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട, കുഞ്ഞുങ്ങളെ കുറിച്ച് കരയണ്ട. അവരെ തക്ക സമയത്ത് ഉയർത്തി മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ ദേശത്തിനകത്ത് നിന്റെ തലമുറയെ ഓർത്ത് കരയാൻ ഇടവരത്തില്ല. എത്ര പേര് ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. നിന്റെ തലമുറയെ ഓർത്ത് നീ കരയേണ്ടി വരത്തില്ല. കാരണം യേശു ഉടമ്പടി പ്രകാരം അതിനെ വിളിച്ചത്. നീ ലജ്ജിച്ചു പോകാ. നിന്റെ തലമുറ മുതലാവും ഏത് മാർഗത്തിൽ കൂടെ നീ ലജ്ജിച്ചു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. കാരണം ഈ രക്ഷകനെ നീ കണ്ടതിനാ. എത്ര പേര് ആമേൻ പറയുന്നു? ആമേൻ പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരണം. ഹല്ലേലൂയ. 2026 തുടങ്ങുമ്പോൾ ഒരു ഉടമ്പടി വെക്കണം. ഒന്നും കണ്ടുകൊണ്ട് നിൽക്കില്ലേ? ഒന്നുമല്ല കാണേണ്ടത്, യേശുവിനെ കാണണം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറഞ്ഞു, ഇതൊരു തൊഴിലാക്കി മാറ്റല്ലേ, ഇതൊരു തൊഴിലാകല്ലേ, ഇതൊരു രക്ഷയാകാവുള്ളൂ. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ച എൻ്റെ കുടുംബത്തെ നടത്തുന്നത്. ഹല്ലേലൂയ. പൗലോസ് പറയാം, ഞാൻ അധ്വാനിച്ച ജീവിക്കുന്നത്, എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഇതൊരു തൊഴിലാകരുത്, ഇതൊരു രക്ഷയായി മാറണം. ഹല്ലേലൂയ. വർദ്ധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ആമേ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ആമേ, നിൻ്റെ നിലവിളിയെ കേൾക്കുന്ന, അല്ലെങ്കിൽ നിലവിളിയെ കേൾക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. അങ്ങനെ പറയുമോ? എൻ്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു നല്ല കർത്താവുണ്ട്. യേശുവിൻ്റെ നാമത്തെ എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേ, വിദേശം മുഖ്യമായിരിക്കുന്ന തലമുറകളുണ്ട്. ആമേ, ബന്ധിക്കപ്പെട്ടു പോയ ചില തലമുറകളുണ്ട്. ആമേ, ഭാരത്തിലായിരിക്കുന്ന ചില തലമുറകൾ. കഴിഞ്ഞ
ദിവസങ്ങളൊക്കെ ഒരു കുഞ്ഞെന്നെ നിലവിളിച്ചിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ, എന്നെ ഒന്നുമല്ലാത്തൊരവസ്ഥയ്ക്കകത്ത് നിൽക്കുക. അമ്മ എല്ലാം വിശ്വാസികളായെങ്കിലും അമ്മ ചില വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ വരുന്ന 6-ാം തീയതിയോടുകൂടി കോടതി പോലും ആ കുഞ്ഞിനോട് വീട് ഒഴിയണമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേങ്കിൽ ഇന്ന് പകലറിയണം, ഈ കർത്താവ് അവിടെ ഒരു അത്ഭുതം ചെയ്യും. ഞാൻ അവനോട് അതേ പറഞ്ഞുള്ളൂ. ഞങ്ങളെ എന്നെ പോലെ ഒരു ദൈവം ഒരു അത്ഭുതം ചെയ്യും എന്ന്. ഹല്ലേലൂയ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ്റെ നാമത്തെ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുത വാതിലുകളെ തുറക്കുക. നിങ്ങളുടെ അവസ്ഥകളിലെല്ലാം വ്യതിയാനമുണ്ടാകും. ഇന്ന് പകൽ 2026 കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കുറച്ചുകൂടെ സമയം ചെലവഴിക്കാൻ ഒക്കെ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. മറ്റുള്ള ഒന്നിലേക്കുമല്ല നമ്മുടെ കണ്ണ് വരേണ്ടത്, നമ്മുടെ കണ്ണ് യേശുവിലേക്ക് വരണം. ഹല്ലേലൂയ, ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ഇങ്ങനെ, ഹല്ലേലൂയ, എൻ്റെ ചിന്താഗതി ഇങ്ങനെ. നയന്തിലെ വിധവ മകനിങ്ങനെ മഞ്ചലിനകത്ത് പുറത്തേക്ക് ആൾക്കാർ കൊണ്ടുപോകുമ്പോൾ ആ വിധവ ഒന്നും അറിയാതെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കാണാം. ഹല്ലേലൂയ, കരുണയുള്ളവൻ കരുണ ചെയ്തെങ്കിൽ ഇന്ന് നിൻ്റെ കണ്ണ് യേശുവിലേക്കൊന്ന് നീങ്ങുന്നുണ്ടെങ്കിൽ കരുണ ചെയ്യുന്നവൻ നിന്നെ കൈവിടത്തില്ല. ഹല്ലേലൂയ, കരുണ ചെയ്യുന്നവൻ നിന്നെ കൈവിടത്തില്ല. ഇന്ന് പകൽ എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? കരുണ ചെയ്യുന്നവനാ. ഹല്ലേലൂയ, ഒരു ബന്ധനത്തിലും പോയി വീഴാതെ, ഒരു കെട്ടിലും പോയി വീഴാതെ, ഇന്നത്തെ പാപലോകത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ നമ്മളെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണം. എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവസന്നിധി നിൽക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലടേ. ഫാദറെ, താങ്ക് യു ലോർഡ്. ആമേൻ. കർത്താവിനോട് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾ വചനം കേട്ട പ്രകാരത്തിനകത്ത്, ഹല്ലേലൂയ, നയന്തിലെ വിധവയോട് മനസ്സലിഞ്ഞൊരു ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേ, അന്ധനായ മനുഷ്യനോട് മനസ്സലിഞ്ഞ ദൈവം, അതിലും വലിയൊരു മനസ്സലിവല്ലേ കർത്താവേ നീ ഞങ്ങളോട് ചെയ്ത്. ഞങ്ങൾ പാപത്തിലായിരുന്നു, ശാപത്തിലായിരുന്നു. എൻ്റെ ദൈവമേ, നീ കരനീട്ടി ഞങ്ങളെ ഒന്ന് പിടിച്ചല്ലോ. ഇന്ന് എന്തിലും ഞങ്ങൾക്ക് പുകഴാനുണ്ടെങ്കിൽ, പ്രശംസിപ്പാനുണ്ടെങ്കിൽ യേശു എന്ന ഒരു രക്ഷകനെ കൂടെ ഉള്ളൂ. നടത്തിയ വഴികൾക്കെല്ലാം നന്ദി പറയപ്പാ. അങ്ങയുടെ കരുതലിനായി, കൃപയ്ക്കായി ഞങ്ങളങ്ങനെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാ മണ്ഡലം കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ, ഹല്ലേലൂയ, കർത്താവ് ജോലിയിലായിരിക്കുന്നവർ, വിവാഹപ്രായമായിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവിൻ്റെ വഴികൾ തുറന്നാണ്. ഭാരത്താൽ നിൽക്കുന്ന, കടഭാരത്തിൽ നിൽക്കുന്നവരുണ്ടല്ലോ കർത്താവേ. നാളെക്കുറിച്ച് വിചാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവേ. എന്തെങ്കിലും സംഭവിക്കും ചോദിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. അവരുടെ മധ്യത്തിൽ ആത്മാവത് വെളിപ്പെടുത്തണമേ. ഇത് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം, ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് ദൈവസഭയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. അങ്ങയുടെ കരുണയും കൃപയും ഇവരുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മഹത്വമേറി അങ്ങയുടെ സാന്നിധ്യത്തെ നിറച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ. അങ്ങയുടെ കരുണയ്ക്കായി, കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.